പഴമോ പഴമോ പഴം, പഴമോ പഴമോ പഴം, ഭാഗവത പഴമോ പഴമോ പഴം, ഭാഗവത പഴമോ പഴമോ പഴം, ഭാഗവത പഴമോ പഴമോ പഴം, ഭാഗവത പഴമോ 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 പഴം. ഭവഭയമെന്നുമൊരു ഇരുളை കെടുത്ത ശുകമുനിയനും കിളികൊത്തി കൊടുത്ത പഴമോ 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 പഴം. ഭവഭയമെന്നുമൊരു ഇരുളை കെടുത്ത ശുകമുനിയനും കിളികൊത്തി കൊടുത്ത പഴമോ പഴമോ പഴം. ഭവഭയമെന്നുമൊരു ഇരുളை കെടുത്ത ശുകമുനിയനും കിളികൊത്തി കൊടുത്ത പഴമോ പഴമോ പഴം. നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരിഃ ഓം. ശ്രുത്യർത്ഥഗോചരം വന്ദേ വാച്യാർത്ഥാനാമഗോചരം, ലക്ഷ്യാർത്ഥവപുഷം വന്ദേ ശങ്കരം ദേശികം ഗുരും. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം, ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. ദേഹം മൃണ്മയവജ്ജഡാത്മകമഹം ബുദ്ധിർന തസ്യാസ്ത്യതോ നാഹം തത്തദഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ. കോഹം ഭാവയുതഃകുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം, സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവഃ പൂർണ്ണോ വിഭാതി സ്വയം. സത്യവ്രതം സത്യപരം ത്രിസത്യം, സത്യസ്യ യോനിം നിഹിതം ച സത്യേ, സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന. അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ജാനകീകാന്തസ്മരണം. ഹര നമഃ പാർവതീപതയേ. ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് ഒരു മംഗളമായ സങ്കല്പം ചെയ്ത് നമ്മളിന്ന് തുടങ്ങുകയാണ്. ഒരു യജ്ഞം എന്ന് പറയുമ്പോൾ യജ്ഞോ യജ്ഞപതിർ യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന. യജ്ഞ എന്നുള്ളത് തന്നെ ഭഗവാനുള്ള പേരാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന് യജ്ഞ എന്ന് പേര്. എന്നുവെച്ചാൽ വാസ്തവമായിട്ട് ഒരു യജ്ഞം നടത്തുമ്പോൾ അവിടെ ഭഗവത് അനുഭൂതി അഥവാ ഭഗവത് ദർശനം ഉണ്ടാവും. അപ്പോൾ യജ്ഞത്തിൻ്റെ സാഫല്യം നമ്മളുടെ ഒക്കെ ഹൃദയത്തിലാണ്. നമ്മളിത് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഹൃദയത്തിൽ അവരവരുടെ
ഇഷ്ടഭാവത്തിൽ, ഇഷ്ടരൂപത്തിൽ ഭഗവത് സ്മരണ അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ യജ്ഞം സഫലമായിക്കൊണ്ടിരിക്കണു എന്നർത്ഥം. അങ്ങനെ യജ്ഞം സഫലമാകാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ശരിക്കും ഈ യജ്ഞ ആരംഭത്തിൽ ഈ മഹാത്മ്യ പാരായണത്തോടു കൂടെ ചെയ്യേണ്ട കാര്യം. നമ്മളൊരു സങ്കല്പം ചെയ്യാണ്, ഈ 7 ദിവസവും നമുക്ക് ഭഗവത് അനുഭവം ഉണ്ടാവണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ 7 ദിവസങ്ങളാണ് അല്ലേ, തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ. അപ്പോൾ എല്ലാ 7 ദിവസവും നമുക്ക് ഭഗവത് അനുഭവം ഉണ്ടാവണം, ഭഗവത് സ്മൃതി ഉണ്ടാവണം. അതാണ് ശ്രവണത്തിന് നമ്മൾ ചെയ്യേണ്ട സങ്കല്പം. ശ്രവണം ചെയ്യുമ്പോൾ ശ്രവണമാത്രം കൊണ്ട് ശുശ്രൂഷുഭി തക്ഷണാത്, അങ്ങനെയൊരു ധർമ്മമാണ് ഭാഗവതം പറയണത്. പ്രോജ്ജിത കൈതവ ധർമ്മ. കൈതവം എന്ന് വെച്ചാൽ കാപട്യം. നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കളങ്കം ഉള്ളപ്പോഴാണ് വായിക്കണതും പറയണതും കേൾക്കുന്നതും ഒന്നും ഫലിക്കില്ല. എന്തെങ്കിലുമൊക്കെ കാമന, ആഗ്രഹം, അഭിമാനം, ഇതൊക്കെ ഭഗവത് അനുഭവത്തിന് തടസ്സമായിട്ട് നിൽക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ നീക്കിത്തരണമെന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥന ചെയ്യാനാണ് ഇന്നത്തെ ദിവസത്തെ പാരായണവും. എന്ത് ശാസ്ത്രമാണെങ്കിലും അതിനൊരു മഹാത്മ്യമുണ്ടേ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മഹാത്മ്യം കേട്ട് കഴിയുമ്പോഴാണ് ശാസ്ത്രത്തിൽ ശ്രദ്ധ വളരുക. അതുപോലെ ഭാഗവത ശാസ്ത്രത്തിൻ്റെ മഹാത്മ്യം കേരളം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. ഭാഗവത ശാസ്ത്രത്തിൻ്റെ മഹാത്മ്യം ഇത്രയധികം ഭാഗവതം സപ്താഹങ്ങളും ഭാഗവത പാരായണവും മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് കാണാനൊക്കില്ല. അത്രയധികം പാരായണമുണ്ട് ഇവിടെ, ഭാഗവതം ശ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് എന്നാണ് നമ്മൾ പറയണത്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ശ്രീമദ് ഭാഗവതം എന്ന പേരോടുകൂടി പ്രത്യക്ഷമായിട്ട് അത് കൃഷ്ണസ്വരൂപമാണ്. സ്വീകൃതോസി മയാനാഥ. ഭാഗവതത്തിനെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയാം, അഥവാ കൃഷ്ണനെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഞാനിതാ അത് സ്വീകരിച്ചിരിക്കുകയാണെന്നാണ്, ഒരു സങ്കല്പമാണ്. സ്വീകൃതോസി മയാനാഥ. എന്തിനു വേണ്ടിയിട്ടാ? മുക്തിയർത്ഥം ഭവസാഗരേ. സംസാരസാഗരത്തിൽ നിന്നും മുക്തി, ജീവൻ മുക്തി. അതാണ് ഭാഗവതത്തിൻ്റെ ഫലം. മുക്തി എന്ന് വെച്ചാൽ ആത്മജ്ഞാനമാണ് ഭാഗവതത്തിൻ്റെ ഫലം. ഭാഗവതം തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്, മുക്തി ഹിത്വാ അന്യഥാഭാവം സ്വരൂപേണ അവസ്ഥിതി എന്നാണ്. നമ്മളിൽ നിന്നും അന്യമായിട്ടുള്ളതിനെയൊക്കെ വിട്ടിട്ട് നമ്മൾ നമ്മളായിട്ട് നമ്മളുടെ വാസ്തവമായ സ്വരൂപത്തിൽ നിഷ്ഠ, നിത്യമായ സ്വരൂപത്തിൽ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ ഇല്ലേ, അങ്ങനെയുള്ള ആ ഭഗവത് സ്വരൂപത്തിൽ നിഷ്ഠ വരണമെന്ന്. ആ അചലസ്ഥിതിയാണ് കാക്ഷിക്കുന്നത് നമ്മൾ. ഇതൊരു പൂർവ്വസങ്കല്പം എന്ന് പറയും. അങ്ങനെ ഒരു സങ്കല്പം ചെയ്യുമ്പോഴേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പം നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ആ പൂർവ്വസങ്കല്പം എന്താണെന്ന് വെച്ചാൽ മട്ടാഞ്ചേരിയിലെ INP ട്രസ്റ്റിലേക്ക് പോകണം. ചിന്തിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബസ്സിലോ മറ്റൊക്കെ കയറിയിരുന്ന് ഇതൊന്നും ആലോചിക്കില്ല അല്ലേ. പക്ഷെ ആ സങ്കല്പം നമ്മുടെ ശരീരത്തിനെ ഇങ്ങോട്ട് കൊണ്ടെത്തിക്കും. അതുപോലെ അധ്യാത്മ ജീവിതത്തിലും ഒരു പൂർവ്വസങ്കല്പം. ഇതിന് ഗീതയിൽ ഭഗവാൻ വ്യവസായാത്മികാ ബുദ്ധി എന്ന് പറഞ്ഞു.
വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. ഒറ്റ വൺ പോയിന്റഡാണ്. ഏകത്വനിശ്ചിത ബുദ്ധി, ഏകത്വനിശ്ചയമാണ്. ജീവിതത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മുക്തിയർത്ഥം. എങ്ങനെയെങ്കിലും ഈ ജന്മത്തിൽ ഞാൻ സ്വതന്ത്രനാവണം, ശാന്തനാവണം. മുക്തി എന്ന് പറയുമ്പോൾ ഭഗവത് അനുഭൂതിയാണ് മുക്തി, ആത്മജ്ഞാനമാണ് മുക്തി. അപ്പോൾ ശാന്തി, നിരവധിക പ്രതിബന്ധമൊന്നുമില്ലാത്ത ശാന്തി. അതാണിപ്പോൾ ഗീതയിലുമൊക്കെ ഭഗവാൻ പറയണത്, ജ്ഞാനം ലബ്ധ്വ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ശാന്തിയാണ് ഭക്തിയുടെയും പരാകാഷ്ഠ. അപ്പോൾ ആ ശാന്തിയെ ഉള്ളിൽ സങ്കല്പിക്കുക, ഭഗവത് പ്രേമത്തിനെ ഉള്ളിൽ സങ്കല്പിക്കുക. ഭഗവാൻ നമ്മളുടെ ഉള്ളിലൊക്കെ പ്രകാശിക്കുന്നുണ്ട്. ഭഗവാന്റെ ശാശ്വതമായ ഇരുപ്പ്, അമൃതത്വം, അതാണ് നമ്മളുടെ ഉള്ളിലുള്ള ഇരുപ്പ്. ഭഗവാന്റെ ഉള്ളിലുള്ള ആനന്ദം, അതാണ് നമ്മളുടെ ഉള്ളിലുള്ള പ്രേമം. ഭഗവാന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ചിത് സ്വരൂപം, അതാണ് നമ്മളിൽ ശാന്തി. ഭഗവാന്റെ ഉള്ളിലുള്ള സർവജ്ഞത്വം, അതാണ് നമ്മളിൽ പല കലകളായിട്ടും അറിവുകളായിട്ടും ഒക്കെ ഇങ്ങനെ ചെതറി ചെതറി വരുന്നത്. അപ്പോൾ ആ സർവജ്ഞത്വം, ആനന്ദം, അമൃതത്വം, ശാന്തി, ഇതൊക്കെ തന്നെ നമുക്ക് സ്വാഭാവികമായ സ്ഥിതിയാണ്. അതൊന്ന് ആവരണം അങ്ങോട്ട് നീക്കണം, അത്രയേ ഉള്ളൂ. ആവരണം നീക്കിക്കഴിയുമ്പോൾ തത് താവത് ഭാതി, അത് അതേപോലെ പ്രകാശിക്കും. ഇവിടെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ ഭഗവത് അനുഭവം ഉണ്ടാവണം. ഒരു സങ്കല്പം ചെയ്യാം. ഭഗവത് അനുഭവം ഭക്തിയാവാം, ജ്ഞാനമാവാം, നിത്യനിരന്തരമായ ജപധ്യാനാദി നിഷ്ഠയോടുകൂടെ ഒരു ജീവിതമാവാം, അധ്യാത്മജീവിതം. അത്രയേ ഉദ്ദേശിക്കണുള്ളൂ, ഒരു അധ്യാത്മജീവിതം. ആ അധ്യാത്മജീവിതം ഭക്തി ജ്ഞാന വിരാഗാണം സ്ഥാപനായ പ്രകാശിതം. ഒരു വലിയ ശാസ്ത്രമാണ് ഭാഗവതം. ഭാഗവതം പറയണത് നമ്മുടെ അധ്യാത്മജീവിതം, സ്പിരിച്വൽ ലൈഫ് വൺ പോയിൻറ്റഡ് ആയിട്ട്, വൺ സൈഡഡ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. വൺ പോയിൻറ്റഡ് ആവണം, വൺ സൈഡഡ് ആവാൻ പാടില്ല. അതിൽ ഭക്തി വേണം, അതിൽ ജ്ഞാനം വേണം, അതിൽ വൈരാഗ്യവും വേണം. ജ്ഞാനമില്ലെങ്കിൽ ശാന്തി വരില്ല, ഭക്തിയില്ലെങ്കിൽ ആനന്ദം വരില്ല, വൈരാഗ്യമില്ലെങ്കിൽ, വിഷയരാഗം വിട്ടുപോയിട്ടില്ലെങ്കിൽ ബന്ധം വിട്ടുപോവില്ല, സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ജ്ഞാനമുണ്ട്, ഭക്തിയില്ലെങ്കിലോ ആ പ്രേമം, ആ ഭഗവത് പ്രേമത്തിൻ്റെ ഒരു സുഖമില്ല. ത്യാഗരാജസ്വാമികളുടെ ഒരു കീർത്തനമുണ്ട്, ദ്വൈതമു സുഖമാ അദ്വൈതമു സുഖമാ എന്നാണ് ആ കീർത്തനം. ത്യാഗരാജസ്വാമി പറയണത്, രാമ ദ്വൈതം സുഖമാണോ അദ്വൈതം സുഖമാണോ? ചോദ്യമാണ്, രാമനാണ് ക്വസ്റ്റ്യൻ പേപ്പർ, ഉത്തരം എഴുതേണ്ടത് രാമനാണ്. ഉത്തരം പറഞ്ഞില്ല, ദ്വൈതം സുഖമാണോ അദ്വൈതം സുഖമാണോ? പക്ഷേ ആ പാട്ടിൽ തന്നെ ഉത്തരം വരും. എന്താണെന്ന് വെച്ചാൽ, ഞാൻ അദ്വൈതം നേരിട്ടങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ എങ്ങനെ പൂജിക്കും, എങ്ങനെ ആരാധിക്കും, ഈ ആരാധനാ വൈഭവങ്ങളൊക്കെ എങ്ങനെ നടത്തും? അതൊരു രസമല്ലേ? എന്നാൽ ദ്വൈതം നിർത്തിയാൽ എനിക്കെങ്ങനെ ബന്ധം പോകും? ദുഃഖം എങ്ങനെ അകന്നു പോകും? ദുഃഖം അകന്നു പോവില്ലല്ലോ. ദ്വൈതം നിലനിർത്തിക്കൊണ്ട് പോയാൽ ദുഃഖം അകന്നു പോവില്ല, അജ്ഞാനം അകന്നു പോവില്ല. അപ്പോൾ ഒന്ന് ഉത്തരം പറയൂ എന്നാണ്. അപ്പോൾ ഇതൊക്കെയും ജ്ഞാനികളിൽ കാണും. ജ്ഞാനികളിൽ ഇപ്പോൾ ജ്ഞാനം, ഭക്തി, വൈരാഗ്യം, ഇത് മൂന്നും കൂടെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗവതം എന്ന് പറയുന്ന പഴം വേദമാകുന്ന വൃക്ഷത്തിൽ നിന്നും നല്ലവണ്ണം പഴുത്തു വീണത്. നിഗമകൽപതരോഹോ ഗളിതം ഫലം. അതും ആ പഴം, നല്ല പഴം നോക്കി കൊത്തിയിട്ടത് ഒരു കിളി. നമ്മൾക്ക് ചിലപ്പോൾ ആ പഴം നമുക്ക് എടുക്കാൻ അറിയില്ലല്ലോ, അല്ലേ?
തമിഴിലൊരു കഥയുണ്ട്, വളരെ പ്രസിദ്ധമായ കഥയാണ്. തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധയായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു, അമ്മ ഔവയാർ. അപ്പോൾ ആ വൃദ്ധ ഇങ്ങനെ നടന്ന് നടന്ന് നാട് മുഴുവൻ ധർമ്മവും ഭക്തിയും ജ്ഞാനവും ഒക്കെ പ്രചരിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞ് അവസാനം ക്ഷീണിച്ച് ഒരു ഞാവൽ പഴം ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു. ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എത്ര ദിവസം ഇനി എനിക്കിങ്ങനെ പോകണം, എൻ്റെ ധർമ്മമൊക്കെ കഴിഞ്ഞോ എന്ന് പറഞ്ഞ്. മുരുകനാണ് അവർക്ക് ഇഷ്ടദേവത. അപ്പോൾ ചോദിക്കുക, മുരുക എനിക്ക് എൻ്റെ ഇതൊക്കെ കഴിഞ്ഞോ? അപ്പോൾ ഒരു ശബ്ദം കേട്ടു, പാട്ടി എന്ന് വിളിച്ചു ആരോ. ഈ അമ്മ ഇങ്ങനെ ചുറ്റും നോക്കി, ആരാ? അപ്പോൾ പറയാണ്, ഇങ്ങനെ ഭൂമിയെ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല, ഒത്തിരി മേലെ നോക്കൂ. മുകളിലിരിക്കുന്നുണ്ട്, മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും ഈ അമ്മ, ഏപ്പാ ഇவ்வளோ അവസരത്തിൽ ഉட்காந்துருக்கேன், എന്താ എത്ര ഉയരത്ത് പോയിരിക്കണത്? അപ്പോൾ പറയും, ഇங்கே உட்கார்ந்தா தான் ഭൂമി ഉലകമെല്ലാം நல்லா தெரியும். ഈ ഉയരത്തിൽ ഇരുന്നാലാണ് എല്ലാം കണ്ടാൽ മനസ്സിലാവുക, എല്ലാം ലോകം മുഴുവൻ നന്നായിട്ട് കാണാൻ ഒക്കും എന്നാണ്. അപ്പോൾ വളരെ ക്ഷീണിച്ചിരിക്കല്ലേ, ഇത്തിരി പഴം തരട്ടെ മരത്തുനിന്ന്. ഇപ്പോൾ പാടിയല്ലോ അല്ലേ, ഭാഗവത പഴമോ പഴമോ പഴം. ഊത്തുകാട് വെങ്കട സുബ്രഹ്മണ്യർ കീർത്തനാണത്. അപ്പോൾ ആ പഴം ഇത്തിരി മരം കുലുക്കി ചുവട്ടിലേക്ക് ഇടട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഈ അമ്മ പറയും, ഇടൂ. ചുട്ട പഴം വേണോ ചുടാതെ പഴം വേണോ എന്ന് ചോദിക്കും. പഴം ചുടുവോ? പഴത്തിന് വല്ല ചൂടുണ്ടോ? ശരി, ചുടാതെ പഴം തന്നെ ഇടൂ എന്ന് പറയും. കുലുക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ അമ്മ പതുക്കെ പോയി, ഒക്കെ മണ്ണായിട്ടുണ്ടല്ലോ പഴത്തിൽ, അപ്പോൾ 2-3 പഴം എടുത്തിട്ട് ഊതും. അപ്പോൾ ചോദിക്കും, ചുടുണ്ടോ? അതായത് ലോകത്തിലുള്ള കർമ്മഫലാണേ. അമ്മയ്ക്ക് അർത്ഥം മനസ്സിലായി. പല കർമ്മങ്ങളും ചെയ്തു, പലതും ചുട്ടു, ചൂടുണ്ടോ? അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുക, ചുടാതെ പഴം വേണമെന്ന് പറഞ്ഞാൽ എന്തിനാ ഈ ചുട്ടപ്പഴം എടുത്തത്? നമ്മൾ ഈ ലോകത്തിൽ വന്ന് ഇങ്ങനെയാണല്ലോ അല്ലേ, നല്ല നല്ല കാര്യങ്ങൾ വേണം, സുഖം വേണം എന്നൊക്കെ പറയും, പക്ഷെ ദുഃഖം പെറുക്കിയെടുക്കും. അപ്പോൾ എന്നിട്ട് ഉപദേശം കൊടുത്തു എന്നാണ് കഥ. ലാസ്റ്റ് ഉപദേശമാണ് അവർക്ക്, അങ്ങനെയാണ് കഥ അത്. അപ്പോൾ ഇവിടെ ഈ പഴം വേദത്തിന്ന് പഴുത്തു വീണ പഴം, അതും ഈ കിളി എന്ന് വെച്ചാൽ ഇവിടെ ഗുരു, തത്ത, ശുഗൻ, സത്തിൻ്റെ സാരം കൊണ്ടു സന്തതം മത്തചിത്ത തത്ത. ഭഗവാൻ രമണ മഹർഷി എഴുതിയ ഒരു മലയാളം കൃതിയാണ് അത്. സത്തിൻ്റെ സാരം കൊണ്ട് സന്തതം മത്തചിത്ത തത്തയും ഇത്തം ചൊല്ലാൻ സാദരം ആരംഭിച്ചു എന്നാണ്. അപ്പം സത്തിൻ്റെ സാരം കൊണ്ട് ഉന്മാദം പിടിച്ച തത്ത, ആത്മാനുഭൂതി കൊണ്ട് ഉന്മാദം പിടിച്ച തത്തയാണ് ശുകബ്രഹ്മ മഹർഷി. ആ ശുകബ്രഹ്മ മഹർഷിയാണ് ഭാഗവത കഥ പറയണത്. ആ ഭാഗവതം ജ്ഞാനഫലം, വൈരാഗ്യഫലം, ഭക്തിഫലം, ഈ മൂന്നും അഥവാ 3 രസവും ചേർന്ന ഫലം. അങ്ങനെയുള്ള ഫലമാണ് നമ്മളിനി 7 ദിവസം പാരായണത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും ഒക്കെ അനുഭവിക്കാൻ പോണത്. ഇത് ശ്രവണയജ്ഞമാണ്. ശ്രോതാക്കൾക്ക് ശ്രവണ സന്ദർഭത്തിൽ സമാധി ഉണ്ടാവണം എന്നാണ് പ്രതീക്ഷ. ശ്രവണം ചെയ്യുമ്പോൾ സമാധി എന്ന് വെച്ചാൽ ജ്ഞാനം അഥവാ ആനന്ദമുണ്ടാവണം, അത് ഭക്തി, അഥവാ വൈരാഗ്യമുണ്ടാവണം. യഹ് കർണനാടീം പുരുഷസ്യയാതഃ ഭവപ്രദാം ഗേഹരതിം ഛിനത്തി. ഈ 3ഉം ഉണ്ടായിക്കഴിയുമ്പോഴാണ് ഒരാൾ ജീവൻ മുക്തനാവുന്നത്. തത്വജ്ഞാനം, വൈരാഗ്യം, ചിത്തവിശ്രാന്തി, ഭഗവത് പ്രേമ, ആനന്ദം.
ഈ മൂന്നും ഉള്ള ഒരു വ്യക്തിയിലാണ് നമ്മൾ ജീവൻ മുക്തിയുടെ പൂർണ്ണത പ്രകാശിച്ച് കാണുന്നത്. ഇത്തരത്തിലുള്ള ഈ ഭാഗവത ശാസ്ത്രം, ഭാഗവതം എന്ന് വെച്ചാൽ ഭാഗവതം തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണ് ഭാഗവതം? ഇടയ്ക്കിടയ്ക്ക് ഭാഗവതത്തിൽ നിങ്ങൾ കാണും, ആരെങ്കിലുമൊക്കെ വന്ന് പറയും ഭാഗവതം പറയുമെന്ന് പറയും. നമ്മൾ വായിക്കുമ്പോൾ തോന്നും, നമുക്ക് തന്നെ തോന്നും ഇതിപ്പോൾ ഭാഗവതമല്ലേ, ഇതിൻ്റെ ഉള്ളിൽ എന്താ ഈ ഭാഗവതം പറയൂ. അപ്പോൾ പറയും എന്താണ് ഭാഗവതം? യത് സ്വാത്മരഹ പ്രകാശം തത് സൂരയ ഭാഗവതം വദന്തി. ആത്മാവിൻ്റെ രഹസ്യത്തിനെ പ്രകാശിപ്പിക്കുന്ന അറിവിനെ സൂര്യകൾ ഭാഗവതം എന്ന് പറയണു, ജ്ഞാനികൾ ഭാഗവതം എന്ന് പറയുന്നു എന്നാണ്. ആ ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് കാര്യവും നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള സങ്കല്പം വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സങ്കല്പം എന്താ? ഭഗവാനെ, എനിക്ക് ഈ ഭാഗവത പാരായണ ശ്രവണം കൊണ്ടും പ്രഭാഷണ ശ്രവണം കൊണ്ടും ഒക്കെ തന്നെ ഉള്ളിൽ ആ ഭഗവജ്ഞാനനിഷ്ഠ, ഭഗവത് തത്വം പ്രകാശിക്കണം, ഹൃദയത്തിൽ ഭഗവത് അനുഭവം വരണം എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കാം. ഇപ്പോൾ ഒരു അധ്യായം പാരായണം ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ പാരായണം കഴിഞ്ഞ് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം ചെയ്ത് ഇന്ന് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ആനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ നമഃ. മനോഹരമായിട്ട് ഭാഗവത മഹാത്മ്യ ശ്രവണം ഇപ്പം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ശ്രീമദ് ഭാഗവതം ശൗനകാദി മഹർഷികൾക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. ശൗനകൻ എന്ന മഹർഷി ഋഗ്വേദത്തിലൊക്കെ വരുന്ന ഒരു മഹർഷിയാണ്. അതുകൊണ്ട് തന്നെ ബഹ്വഋചഃ ശൗനകഃ, ധാരാളം ഋക്കുകൾക്ക് മന്ത്രദ്രഷ്ടാവായിട്ടുള്ള ഋഷിയാണ് അദ്ദേഹം. എപ്പോഴും ആദ്യത്തെ ദിവസം അവർ നിങ്ങളിങ്ങനെ പറയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നുള്ള മട്ടിലാണ്. ആ സൂതൻ ഉഗ്രശ്രവസ് എന്നു പേരോടു കൂടിയ സൂതൻ. ഈ സൂതനാണ് ഭാഗവതമും പറയുന്നത്. ശൗനകനൊരു വിശേഷണം കൊടുത്തു. നമുക്കൊക്കെ വേണ്ട വിശേഷണമാണത്. കഥാമൃത രസാസ്വാദ കുശലഃ. കഥയിലുള്ള അമൃതം, അതിൻ്റെ രസം, അതിനെ ആസ്വദിക്കുന്നതിൽ കുശലൻ. കുശലൻ എന്ന് വെച്ചാൽ അതിലുള്ള ആ രസം മാത്രം എടുക്കാൻ നമുക്കറിയണം. ശ്രവണവും ഒരു കലയാണ്. ആവശ്യമില്ലാത്തതൊക്കെ തള്ളിക്കളഞ്ഞ് കഥയിൽ എന്താണ് സാരം, അതിനകത്തുള്ള രസമാണ് സാരം. രസോ വൈ സഹ. രസം ഭഗവാന്റെ സ്വരൂപമാണ്.
അപ്പോൾ ആ ഭഗവത് അനുഭൂതിയാണ് രസം. ആ രസത്തിനെ കുടിക്കുക. പിബത ഭാഗവതം രസം പിബത മുഹുരഹോ പിബത രസികാഃ പിബത ഭുവി പിബത ഭാവുകാഃ പിബത. ഭാഗവത ശ്രവണത്തിന് വരുമ്പോൾ ഭാവുകന്മാരായിട്ടിരിക്കണം, ഭാവനാകുശലന്മാരായിട്ടിരിക്കണം. ഭക്തി ഭാവനാമയമാണ്. ജ്ഞാനം കേവല സന്മാത്രമായ സ്ഥിതിയാണ്. സംസാരം വിക്ഷേപമയമാണ്. മനസ്സ് വിക്ഷിപ്തമായിട്ടിരിക്കുമ്പോൾ സംസാരം. വിക്ഷിപ്തമായ സംസാരത്തിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ടുവന്ന് ഭാവനയിൽ ഏകാഗ്രപ്പെടുത്തുന്നതാണ് ഉപാസന, ധ്യാനം. നച അഭാവയതഃ ശാന്തി അശാന്തസ്യ കുതഃ സുഖം എന്ന് ഭഗവാൻ പറഞ്ഞു ഗീതയിൽ. ശാന്തി ഇല്ലെങ്കിൽ സുഖം എവിടെ? ശാന്തി എന്ന് വെച്ചാൽ ജ്ഞാനം, ആത്മനിഷ്ഠ. അത് വരണമെങ്കിലോ അതിനു മുമ്പ് ഭാവന വരണം. ഭാവന എന്താണ്? ഉപാസന. നച അഭാവയത ശാന്തി. ഉപാസന ഇല്ലെങ്കിൽ ശ്രവണം ചെയ്യുമ്പോൾ ഫലിക്കില്ല. ഇഷ്ടദേവതാ സാക്ഷാത്കാര പര്യന്തം ഉപാസ്തിം കൃത്വാ തതഃ പരം യേ ജ്ഞാനേ പ്രവർത്തന്തെ തേ കുശലാഃ തേ ശ്രവണമാത്രേണ ബ്രഹ്മസാക്ഷാത്കർത്തും ശക്നുവന്തി എന്ന് വിദ്യാരണ്യസ്വാമികൾ ജീവൻ മുക്തി വിവേകത്തിൽ പറയുന്നുണ്ട്. ഉപാസന കൊണ്ട്, ഉപാസന എതുവരെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇഷ്ടദേവതയെ മുമ്പിൽ സാക്ഷാത്കരിക്കുകയാണ്. ഇഷ്ടദേവതാ സാക്ഷാത്കാര പര്യന്തം ഉപാസ്തിം കൃത്വ. ഇഷ്ടദേവതയെ സാക്ഷാത്തായിട്ട് കാണുക എന്ന് വെച്ചാൽ രൂപത്തിൽ കാണാം, മന്ത്രരൂപത്തിൽ കാണാം, ഏതോ വിധത്തിൽ ബാക്കിയുള്ളതൊക്കെ മറഞ്ഞു എന്നർത്ഥം. ചിത്തം പരിപൂർണമായി ഏകാഗ്രമായി. തതഃ പരം യേ ജ്ഞാനേ പ്രവർത്തന്തെ. അതിനുശേഷം അവർ പരമവിരക്തന്മാരായിട്ട് ജ്ഞാനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ പെട്ടെന്ന് സാക്ഷാത്കാരം അവർക്ക് ഉണ്ടാവണമെന്ന്. അങ്ങനെ ഉപാസനയൊന്നും ചെയ്യാതെ ഭഗവത് ധ്യാനം ശീലിക്കാതെ വരുമ്പോൾ ബുദ്ധിമുട്ടും. ചിത്തവിശ്രാന്തി ഉണ്ടാവില്ല. ഒക്കെ മനസ്സിലാവും, ബുദ്ധി കൊണ്ടൊക്കെ മനസ്സിലായാലും ചിത്തവിശ്രാന്തി ഉണ്ടാവില്ല, ആ ശാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപാസന ശക്തിയുള്ളവരെയാണ് ഇവിടെ കുശലന്മാർ എന്ന് പറഞ്ഞത്. അവർ കഥയിലുള്ള സാരമായ വിഷയങ്ങളെ എടുക്കുകയും മറ്റുള്ളത് തള്ളിക്കളയുകയും ചെയ്യാണ്. അങ്ങനെയുള്ള ശൗനകാദി മഹർഷികൾ സൂതനോട് ചോദിക്കുകയാണ്. സൂതൻ ശുകബ്രഹ്മ മഹർഷിയുടെ നേരിട്ടുള്ള ശിഷ്യനാണ്, ഡയറക്റ്റ് ഡിസൈപ്പിൾ. എങ്ങനെയാന്ന് വെച്ചാൽ പരീക്ഷത്തിന് ഉപദേശിക്കുമ്പോൾ കൊച്ചുകുട്ടി അവിടെ ഇരുന്ന് കേട്ടു. കേട്ടത് ഗ്രഹിച്ചു. പലരും ഇപ്പോഴൊക്കെ വന്ന് പറയാറുണ്ട്, കുറേ വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ കുട്ടിക്കാലത്ത് അമ്മ കൂട്ടിക്കൊണ്ടുവരും, അപ്പം കേട്ടതാണ്, ഇപ്പോഴാണ് അതൊക്കെ ഉള്ളിൽ പ്രകാശിക്കണത് എന്നൊക്കെ പറയും അല്ലേ. സൂതന് അപ്പോൾ തന്നെ ജ്ഞാനമുണ്ടായി. പരീക്ഷത്തിനുണ്ടായ സമയത്ത് തന്നെ സൂതനും സ്വരൂപജ്ഞാനം ഉണ്ടായി. അസൗ വക്ഷ്യതി സൂത. ശുകബ്രഹ്മ മഹർഷി ഭാഗവതം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ പറഞ്ഞു, ഈ കുട്ടിയുണ്ടല്ലോ, ഇയാൾ വഴിക്കാണ് ഇനി ഭാഗവത പരമ്പര വരാം എന്ന് ആശീർവദിച്ചു. ആ സൂതനെ ശൗനകാദി മഹർഷികൾ നമസ്കരിച്ചു കൊണ്ട് ചോദിക്കുകയാണ്, ഒരു ഗുരു ആരാണ്? അജ്ഞാനധ്വാന്ത വിധ്വംസ. ഗുരുവിന് ഇത്രയാണ് പണി. അജ്ഞാനധ്വാന്ത എവിടെയും കേട്ടിട്ടുണ്ടോ? എവിടെയാ? എവിടെയോ കേട്ട പോലെ ഉണ്ട്. എന്താ? ലളിതാ സഹസ്രനാമം എന്താ നാമം? അജ്ഞാനധ്വാന്ത ദീപികായൈ നമഃ അല്ലേ. അജ്ഞാനധ്വാന്ത ദീപിക എന്ന് വെച്ചാൽ അജ്ഞാനമാവുന്ന ഇരുട്ടിനെ നീക്കുന്ന ദീപം, വെളിച്ചം, ജ്ഞാനം.
അതാണ് ദേവിയുടെ സ്വരൂപം. അപ്പോൾ അതാണ് അജ്ഞാനധ്വാന്ത വിധ്വംസ, അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നീക്കുന്ന ഹേ ഗുരു, കോടി സൂര്യ സമപ്രഭ, കോടി സൂര്യപ്രകാശത്തോടു കൂടിയുള്ള ഹേ സൂത, കഥാസാരമാഖ്യാഹി കർണരസായനം. ഞങ്ങളുടെ ചെവിക്ക് ഒരു രസായനം ചെവിയിലൂടെ കുടിക്കണം എന്നാണ്. മരുന്ന്. എന്തിനുള്ള മരുന്നാണെന്ന് വെച്ചാൽ, ഒരു ഭ്രാന്തി വന്നിട്ടുണ്ട് ഉള്ളിൽ, ഭ്രമം. ആ ഭ്രാന്തിനുള്ള മരുന്ന് ഈ അധ്യാത്മവിദ്യ എന്ന് പറയുന്നത് മരുന്നാണത്. ഒരു ഡോക്ടറുടെ അടുത്ത് പോകുന്ന പോലെ ആണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ. അതങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് ചീത്ത വിളിച്ചതാവുമല്ലോ എന്ന് പറഞ്ഞ് പറയണില്ല, അത്രയേ ഉള്ളൂ. ഈ അഷ്ടാംഗ ഹൃദയത്തിലൊക്കെ ആരംഭ ശ്ലോകം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, അത് വൈദ്യനെയല്ല നമസ്കരിക്കുന്നത്, അധ്യാത്മഗുരുവിനെയാണ്. രാഗാദിരോഗാന് സതതാനുഷക്താൻ അശേഷകായ പ്രസതാൻ ഹ്യശേഷാൻ ഔത്സുക്യമോഹ അരതിദാൻ ജഘാന് അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. ആ അപൂർവ വൈദ്യന് നമസ്കാരം. ആ വൈദ്യൻ ഈ ശരീരത്തിനെ അല്ല ചികിത്സിക്കുന്നത്, രാഗദ്വേഷങ്ങളെയാണ്. രാഗദ്വേഷങ്ങളാകുന്ന മലത്തിനെയൊക്കെ നീക്കി ഉള്ളിലെ ശാന്തി, അതാണ് ആരോഗ്യം, അനാമയം. നോക്കൂ, ശരീരമുണ്ട്, ശരീരം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരീരം എനിക്കില്ല എന്നറിയണമെന്നാണ്, അപ്പോഴാണ് അനാമയത്വം. ഞാൻ ദിവസ സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ എത്ര വലിയ രോഗം ഉള്ളപ്പോഴും, ഇപ്പോൾ ഇത്ര ചുമക്കണുണ്ടല്ലോ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. രാത്രി ഒന്നും അറിയില്ല. പക്ഷേ ഈ അടുത്ത് ഉള്ളവർ പറയും രാത്രി മുഴുവൻ സ്വാമി ചുമക്കായിരുന്നു എന്ന്. നമുക്കറിയോ? അറിയില്ല. അത് അവരുടെ പ്രാരബ്ധമാണ് അല്ലേ. ഈ കുറുക്കം വലിക്കണവരൊക്കെ അങ്ങനെയാണ്. അതാണ് സൗണ്ട് സ്ലീപ്പ് എന്ന് പറയാം. സൗണ്ട് ഫോർ അതേഴ്സ്, നോട്ട് ഫോർ യു. ശബ്ദം മറ്റുള്ളവർക്കാണ്. ഞങ്ങളുടെ അവിടെ ഒരാൾ കുറുക്കം വലിച്ച് 3 അഗ്രഹാര തെരുവുകളിലൂടെ അയാളെ പിള്ളേരെ എടുത്തുകൊണ്ട് പോയി. അറിയേയില്ല. നേരം വെളിച്ചായിട്ട് പറഞ്ഞു, എന്തു സുഖമായ ഉറക്കായിരുന്നു. കുട്ടികളിങ്ങനെ ഇയാളെയും കൊണ്ടുപോയി ശ്മശാനത്തിലടക്കം കൊണ്ടുവച്ചു. ശരിക്കും നടന്ന ഒരു തമാശ കളിപ്പിച്ചതാ, പക്ഷെ അയാൾക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ ഈ ശരീരത്തിൻ്റെ പ്രാരബ്ധവും സുഖദുഃഖാദികളൊന്നും ആത്മവേദ്യമല്ല. ഈ അഭിമാനം ഉദിക്കുമ്പോഴാണ് അറിയണത്. ഇത് അങ്ങോട്ട് മറഞ്ഞു പോവാണ്. അതാണ് നാരദ മഹർഷി അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. ലോകവിഗ്രഹമുക്ത, ലോകവിഗ്രഹമുക്ത സ്വരൂപ തുച്ഛീകൃത വിഗ്രഹ എന്ന് ഭാഗവതം പറയുന്നുണ്ട്. സ്വരൂപ അനുഭൂതി, ആത്മജ്ഞാനം കൊണ്ട് ഈ ശരീരത്തിനെ തുച്ഛമെന്ന് കരുതി കഴിഞ്ഞ ആള്. അങ്ങനെയുള്ള സൂതൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ മരുന്ന് തരുമോ? കർണരസായനം, ചെവിയിലൂടെ. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലാവുമ്പോൾ ഭട്ടതിരി പറഞ്ഞു, നേത്രൈഹി ശ്രോത്രൈശ്ച പീത്വ. അപ്പോഴും വായിലൂടെ ഇല്ല. ഇവിടെ അങ്ങനെ സപ്താഹം നടത്തിയാലോ അല്ലേ? നേത്രം ശ്രോത്രം മാത്രമേ ഉള്ളൂ, വായിലൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. എത്ര നേരം വേണമെങ്കിൽ പറഞ്ഞു, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ സമയമായാൽ പോവും. അതാണ് നമ്മൾക്ക് ചിത്തശുദ്ധി ഉണ്ടാവും, മനസ്സ് നല്ല ശാന്താവും. അതൊക്കെയാണ് അതിൻ്റെ ഫലം. സ്പിരിച്വൽ ബെനിഫിറ്റ് അതാണ്. അധ്യാത്മി ഉദിക്കുന്നു. ചിലപ്പോൾ നമുക്ക് ഭക്തി സംസ്കാരമാണെങ്കിൽ ഭഗവൻ നാമ ജപത്തിൽ നിഷ്ഠ ഉണ്ടായി. ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഭഗവൻ നാമ ജപത്തിൽ രുചി ഉണ്ടായി. ഭഗവത് രൂപധ്യാനം ഹൃദയത്തിൽ വരണം. ഇതൊക്കെ ലാഭമാണ്. ഭാവം ഉണ്ടാവണം. അല്ലെങ്കിൽ ലൗകിക വിഷയം നമ്മൾ ഇത്രയും കാലം അയ്യോ എൻ്റെ ജീവിതം ജീവിതം എന്ന് വിഷമിച്ചുകൊണ്ടിരുന്നു, ഒക്കെ തുച്ഛം എന്ന് തോന്നുന്നു. ധൈര്യം ഒന്നുകൂടെ. സത്യത്തിനെ അറിയാനുള്ള വിവേകം ഉദിച്ചു. വളരെ വിചിത്രമായ രീതിയിലാണ് ഭാഗവതാനുഗ്രഹം. ഋഷികേശില് ഹരിദ്വാറിൽ ശങ്കരാനന്ദൻ എന്ന് പറഞ്ഞൊരു ഭിക്ഷു ഉണ്ടായിരുന്നു. പരമവൈരാഗ്യായ ഒരു ഭിക്ഷു, ശുദ്ധ വേദാന്തി. അഷ്ടാവക്ര ഗീത, അവധൂത ഗീത, ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ, യോഗവാസിഷ്ടം, ഇതിൽ മാത്രമേ അദ്ദേഹത്തിന്
രുചിയുള്ളൂ. ഭാഗവതാദി ഗ്രന്ഥങ്ങളൊന്നും അദ്ദേഹത്തിന് രുചിയില്ല, കളിയാക്കും ഭാഗവതത്തിന്. പക്ഷെ നല്ല വേദാന്തിയാണ്, നല്ല ജ്ഞാനനിഷ്ഠനാണ്. അദ്ദേഹം ഭാഗവതം കേട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. ഭാഗവതം കേൾക്കുകയോ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഭാഗവതം പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും തോന്നും ഇതൊന്നും നമുക്ക് വേണ്ടാന്ന് തോന്നും. ഇത് വെറും എൻ്റർടൈൻമെൻ്റായിട്ട് മാറുമ്പോഴേ ഭാഗവതത്തിൽ എന്താ ഉള്ളതെന്നൊന്നും അറിയാത്തവരെ തുറന്നു നോക്കിയിട്ടില്ലെങ്കിൽ ഇതാണെങ്കിൽ നമുക്ക് വേണ്ട, അങ്ങനെ കരുതിയതാണ് അദ്ദേഹം. അപ്പോൾ അഖണ്ഡാനന്ദ സരസ്വതി സ്വാമി വടക്ക് ദിക്കിൽ വലിയ ഭാഗവതകാരനായിരുന്നു, പരമഹംസനായിരുന്നു, ഒരു ബ്രഹ്മനിഷ്ഠനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം, അദ്ദേഹം പൂർവാശ്രമത്തിൽ തന്നെ ജ്ഞാനനിഷ്ഠനായിരുന്നു. പിന്നെയാണ് സന്യാസമൊക്കെ എടുത്തത്. അദ്ദേഹത്തിന് ശന്തനു ദ്വിവേദി എന്നായിരുന്നു പേര്. അപ്പം അദ്ദേഹം പരമവൈരാഗ്യത്തോടുകൂടെ പല സ്ഥലങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഋഷികേശിൽ ചെന്ന് അന്വേഷിച്ച് സാധുക്കളുമായിട്ടുള്ള പരിചയത്തിനിടയിൽ ഈ ഭിക്ഷു ശങ്കരാനന്ദ സ്വാമിയെക്കുറിച്ച് കേട്ടു. അപ്പം അദ്ദേഹത്തിനെ ചെന്ന് 2-3 പ്രാവശ്യം കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. പറഞ്ഞു, അങ്ങയുടെ മുമ്പിലിരുന്ന് എനിക്ക് ഭാഗവതം ഒന്ന് വായിച്ച് പറയണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭിക്ഷു പറഞ്ഞു, പണ്ഡിറ്റ്ജി അങ്ങ് വന്നുവല്ലോ, അത്രയും മതി, ഇങ്ങനെ ഇരുന്ന് ഈ സത്സംഗം മതി, ഈ ഭാഗവതത്തിലൊന്നും ഞങ്ങൾക്ക് രുചിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞു, അന്ന് ഗൃഹസ്ഥനാണ് അദ്ദേഹം ആ സമയത്ത്. അപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങയ്ക്ക് വേണ്ട, പക്ഷെ അങ്ങയുടെ സന്നിധിയിലിരുന്ന് വായിച്ച് പറഞ്ഞ് വൈരാഗ്യവും ജ്ഞാനത്തിൻ്റെ സ്വരൂപമായിട്ടിരിക്കണു, അങ്ങയുടെ സന്നിധിയിലിരുന്ന് വായിച്ച് പറയണമെന്ന് എനിക്കൊരാഗ്രഹം, അതിന് അനുമതി തരണമെന്ന്. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അദ്ദേഹം അനുമതി കൊടുത്തു. 11 സ്കന്ധം എടുത്ത് വായിച്ച് അതിലത്തെ അർത്ഥമൊക്കെ പറഞ്ഞ് അദ്ദേഹം മോഹിതനായിപ്പോയി. ഭാഗവത ശ്രവണം ചെയ്ത് മോഹിച്ചു പോയി. ആഹാ, ഇത്രയും ഗംഭീരമായ ഒരു അദ്വൈത വേദാന്ത ഗ്രന്ഥം, പരമഹംസ ഗ്രന്ഥം, പരമഹംസന്മാർ അനുഭവിക്കേണ്ട ആസ്വദിക്കേണ്ട ഗ്രന്ഥം, ഇതിന് എന്താ ഈ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയും പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറേ ദിവസം ഭാഗവതം വായിച്ച് ഈ വേദാന്ത ഭാഗങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു. അവസാനം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ കൊള്ളാം, വളരെ ഗംഭീരമായിട്ടിരിക്കണു, പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ രാസക്രിയയുടെയും ഇതൊക്കെ എവിടുന്ന് വന്നു? അദ്ദേഹം കേട്ടിട്ടുണ്ട്, ഇതൊക്കെയാണ് കുഴപ്പം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഇത്രയും ഉയർന്ന വൈരാഗ്യ വാക്കുകൾ എഴുതിയ മഹാപുരുഷൻ ഇങ്ങനെയൊക്കെ എഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ അതും പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് രാസക്രീഡാ ഭാഗമൊക്കെ എടുത്ത് അത് ശ്രീധരീയ ടീക്കാവും അതിന് വൈരാഗ്യ ജ്ഞാന പ്രകാശരൂപമായ ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്, ആ വ്യാഖ്യാനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ആ പോർഷൻസും ഒക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് പരമതൃപ്തിയോടുകൂടെ ഈ വക്താവ് ഒരു ബ്രാഹ്മണൻ, വേദാധ്യയനം ചെയ്ത ബ്രാഹ്മണൻ, ഗൃഹസ്ഥൻ, ശ്രോതാവ് പരമഹംസനായ സന്യാസി, നേരെ വിപരീതമാണ്. പരമഹംസനായ സന്യാസി ഇത് കേട്ട് കഴിഞ്ഞ് ആ സ്വാമി പറഞ്ഞു, അപ്കോ ദക്ഷിണ ദേനാ ഹൈ, അങ്ങക്ക് ദക്ഷിണ തരണമല്ലോ, ശ്രവണം ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണമല്ലോ. അപ്പോൾ ശന്തനു ദ്വിവേദി പറഞ്ഞു, എനിക്ക് വലിയ ലാഭം ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു, അങ്ങയുടെ സന്നിധിയിലിരുന്ന് ഇത് വായിച്ചു പറയാനുള്ള ഒരു സന്ദർഭം എനിക്ക് കിട്ടിയല്ലോ, ഇത് എനിക്ക് തന്നെ വലിയ ലാഭം, ഇതിനു മേലൊരു ലാഭം ഒന്നും ആഗ്രഹിക്കണില്ല. അങ്ങനെയല്ല, ദക്ഷിണ തരണം, സമ്പ്രദായം പരിപാലനം ചെയ്യണം, ആര് ശ്രവണം ചെയ്യണോ, പക്ഷേ ശ്രോതാവ് ആരാണോ അതിനനുസരിച്ചാണ് ദക്ഷിണ. അതുകൊണ്ട് ഞാനോ സന്യാസിയാണ്, അങ്ങ് ഗൃഹസ്ഥനാണ്, എൻ്റെ കയ്യിൽ തരാൻ ധനമൊന്നുമില്ല, പണമൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊരു ദക്ഷിണ തരാം. ദക്ഷിണ ജ്ഞാനസന്ദേശ എന്ന് ഭാഗവതത്തിൽ തന്നെ ഉണ്ട്. ഈ മഹാത്മാവിനെ
ശിരസിൽ കൈവച്ചുകൊണ്ട് ആ ഭിക്ഷു പറഞ്ഞു, അങ്ങയ്ക്ക് ഇനിമേലാൽ ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഒരു ജീവനാണ്, പരിച്ഛിന്നനായ ഒരു വ്യക്തിയാണ് എന്നുള്ള വിചാരം സ്വപ്നത്തിൽ പോലും വരില്ല. ഞാൻ അഖണ്ഡ സച്ചിദാനന്ദമായ ബ്രഹ്മവസ്തുവാണെന്നുള്ള നിഷ്ഠ അങ്ങേക്ക് അപ്രച്യുതമായിട്ട് തീരട്ടെ എന്നു. ഇത് വളരെ വർഷങ്ങൾക്ക് ശേഷം അഖണ്ഡാനന്ദ സ്വാമി പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിൽ ശരി, ആ ക്ഷണത്തിൽ ആ വിദ്യ വീണുപോയി, അജ്ഞാനം അവിടെ വീണുപോയി. അപ്പോൾ സത്സംഗം എങ്ങനെയൊക്കെയോ രൂപത്തിലാണ് സത്സംഗം വരണത്, ഏതൊക്കെയോ രൂപത്തിലാണ് സത്സംഗം വരണത്. അപ്പം സത്സംഗമാണ് ഭഗവത് അനുഭൂതിക്കുള്ള ദ്വാരം. സത്സംഗമാണ് ഭാഗവതത്തിലെ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു വലിയ രഹസ്യം. ന രോധയതി മാം യോഗ ന സാഖ്യം ധർമ്മയേവ ച ന സ്വാധ്യായ തപഃ ത്യാഗഃ നേഷ്ടാപൂർത്തം ന ദക്ഷിണ വ്രതാനി യജ്ഞ ഛന്ദാംസി തീർത്ഥാനി നിയമാഃ യമാഃ യഥാവരുന്ധേ സത്സംഗഃ സർവസംഗാപഹോഹിമം. സത്സംഗത്തിൻ്റെ മഹിമ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ, ലോകത്തിൽ നിന്നും പലതും പറ്റിപ്പിടിച്ചുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അതൊക്കെ പിടിച്ചുകൊണ്ട് വന്നാലും ഈ സത്സംഗം കഴിഞ്ഞു പോകുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചിട്ട് പോണ പോലെ ആകണം. അതാണ് അതിൻ്റെ ഫലം. എന്തൊക്കെ സർവസംഗാപഹ ദുസ്സംഗാത് സത്സംഗാത് മുക്ത ദുസ്സംഗ. സത്സംഗമാണ് ദുസ്സംഗത്തിന് കളയാനുള്ള സോപ്പ് ക്ലീൻ ചെയ്യണ പോലെ സത്സംഗം ഉള്ളിൽ നിർമ്മലത വരുത്തും, പരിശുദ്ധി വരുത്തും. രമണ മഹർഷി തമിഴിലൊരു പാട്ടിൽ പറഞ്ഞു, സത്സംഗമാകും പിരണ്ടൈ രസം. ചങ്ങലം പിരണ്ട എന്ന് പറയും നമ്മളിവിടെയൊക്കെ, വേലിയിലൊക്കെ കാണും. അത് അരച്ച് രസമോ വലതോ ഒക്കെ വെച്ച് കഴിച്ചാൽ മതി, വയറ് നല്ലവണ്ണം ഇളകിപ്പോവും. അതുപോലെ അത്രേ സത്സംഗം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള കേടൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് പോകും, നല്ലവണ്ണം ഉള്ളിലുള്ള ദോഷങ്ങളൊക്കെ കഴുകിക്കളയും, അത് തെളിച്ചമാക്കും. അങ്ങനെ ആവണം, അതാണ് സത്സംഗം. അപ്പോൾ സത്സംഗം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു മഹാപുരുഷൻ്റെ അടുത്ത് ചെന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു, സംവാദം ചെയ്തുകൊണ്ടിരുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ള അജ്ഞാനം പോയി, ഉള്ളിൽ നല്ല തെളിച്ചം, ധൈര്യം വന്നു, ശാന്തി വന്നു, ജ്ഞാനനിഷ്ഠ വരുന്നു, അതാണ് സത്സംഗം. അത് ചിലപ്പോൾ ഈ ഇടയ്ക്ക് അദ്ദേഹം ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല. സ്വാമിയാണ് കൂട്ടിക്കൊണ്ട് വന്നു ഒരാളെ. അദ്ദേഹം തിരുവണ്ണാമലയിൽ വന്നു. അപ്പോൾ പറഞ്ഞു, സ്വാമി എനിക്ക് അറിയാം, സ്വാമിക്ക് എന്നെ ഓർമ്മയുണ്ടാവില്ല, ഒരു 30 വർഷം മുമ്പ്, 35 വർഷം മുമ്പ് അദ്ദേഹം പാലക്കാട് ഒരു സ്ഥലത്ത് നിന്ന് ബസ്സിൽ കയറി മനസ്സിലെന്തോ വിഷമമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ബസ്സിൽ പോവായിരുന്നു. അപ്പോൾ കൊടുവായൂരെത്തിയപ്പോൾ സ്വാമി ബസ്സിൽ കയറി, ഞാനെവിടേക്കോ പ്രഭാഷണത്തിന് പോവായിരിക്കും, ബസ്സിൽ കയറി അടുത്തിരുന്നു, എന്തോ വർത്തമാനം പറഞ്ഞു. ആ ഉള്ളിലുള്ള ആ താപമൊക്കെ അങ്ങോട്ട് പോയി. ഇറങ്ങി പോകുമ്പോൾ എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല ഉള്ളിൽ, എനിക്കതൊന്നും ഓർമ്മയില്ല. സ്വാമി അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അദ്ദേഹം പറയായിരുന്നു ഇവിടെ ആ കാര്യം, 30 വർഷം. അപ്പോൾ ഇതിപ്പോൾ പറയുന്ന ആൾ ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതൊന്നുമല്ല, കേട്ട ആളും ഇപ്പോൾ ബസ്സിൽ കയറിയാൽ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ബസ്സുകാർക്ക് ടിക്കറ്റ് കിട്ടും അല്ലേ, ബസ്സിൽ കയറിയാൽ സത്സംഗം നടക്കുമില്ല, ഭഗവാൻ അറേഞ്ച് ചെയ്യണതാണത്. ചിലപ്പോൾ ചെറിയ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തെളിച്ചം വരും. യാദൃച്ഛിക സത്സംഗമാണത്, യാദൃച്ഛികമായിട്ട് ചിലപ്പോൾ നടക്കും. ചില കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് പറഞ്ഞു, നമ്മളുടെ ഉള്ളിലുള്ള ആ സമയത്തുള്ള ദോഷം അങ്ങോട്ട് തീരും, ചിത്തം നിർമ്മലമാവും. എന്തായാലും ഭക്തി ജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധത്തെ മഹാന് സത്സംഗത്തിൻ്റെ ലക്ഷണമാണ്. ഭക്തി വരണം. ചില സത്സംഗത്തിൽ ഭക്തിയാണ് പ്രാധാന്യം. ഭക്തിയുടെ ഒരു വലിയ വെള്ളപ്പൊക്കം, അതൊക്കെ വലിയ മഹാപുരുഷന്മാർക്ക് ചിലർക്ക്, അതായത് അവർ ഭക്തിഭാവത്തിൽ അത്രയും അനുഭവ സിദ്ധന്മാരായിട്ടുള്ളവരുടെ സന്നിധിയിൽ ഭക്തിയുടെ ഒരു എന്താ പറയുക
സുനാമിയാണ്. ഇതൊക്കെ നമ്മൾ വായുകൊണ്ട് പറയാം, അതൊന്നും അധികം കിട്ടില്ല. വളരെ അപൂർവമായിട്ട് മഹാപുരുഷന്മാരുടെ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ രാമകൃഷ്ണാശ്രമത്തിലൊരു സ്വാമി ഉണ്ടായിരുന്നു. തൃശ്ശൂർ വരും, തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം, നിസ്വാനന്ദ സ്വാമി. അദ്ദേഹത്തിലാണ് അത് കണ്ടിട്ടുള്ളത്. ഞാൻ ഒരു പ്രഭാഷണമൊന്നും ആയിരിക്കില്ല, ഇങ്ങനെ വന്നിരിക്കും. രാമകൃഷ്ണ വചനാമൃതം പറയാനാണ് വരിക. പരമഭാഗവത് എപ്പോഴും ആ ഭാവലോകത്തിലിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹം ഇങ്ങനെ വന്നിരുന്ന് ഭാഗവതം പറയാൻ വചനാമൃതം പറയാൻ വന്നിരുന്നു. അപ്പോൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഈ സന്യാസത്തിനൊന്നും അധികാരമേ ഇല്ല. തുടങ്ങിയത് എങ്ങനെയാണ്? വെറുതെ ഇതൊക്കെ ധരിച്ചിരിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരുന്നതിനുള്ളിൽ എനിക്കൊരു 50,000 പ്രാവശ്യം ഭഗവൻ നാമം ജപം ചെയ്യാമായിരുന്നു. ഞാൻ ചെയ്തില്ല, ഉറങ്ങിപ്പോയി. അതുകൊണ്ട് എനിക്കിതിനൊന്നും യോഗ്യതയില്ല. ഇങ്ങനെയൊക്കെയാണ് ആരംഭം. പക്ഷേ ആ പറയണത് മാത്രമല്ല, പല കഥകളും ഭഗവത് കഥകളും ഒക്കെ പറഞ്ഞ്, ഒരു സമയം ശാരദാദേവിയുടെ കഥകൾ, രാമകൃഷ്ണദേവൻ്റെ കഥകൾ, ചിലപ്പോൾ ഭാഗവത കഥകൾ, ഒരു സമയം രാമാനുജാചാര്യരുടെ കഥ ഒക്കെ പറഞ്ഞ് ലോകമൊക്കെ മറന്ന് കണ്ണൊക്കെ കണ്ണീര് നിറഞ്ഞ് ഭാവുകനായിട്ട് തീരും. ഒരു 2-3 ദിവസം ആ മൂഡ് എങ്ങനെ ഉണ്ടാവും നമുക്ക് ഉള്ളിൽ, ആ ഭാവം, ആ ലഹരി, ശിവാനന്ദ ലഹരി എന്നൊക്കെ പറയണ്ടല്ലോ അല്ലേ? അതാണ് ആ ലഹരി എന്നൊക്കെ ആചാര്യസ്വാമി പറയുമ്പോൾ അതാണ്. ആനന്ദാശ്രുഭിരാതനോതി പുളകം നൈർമല്യതഃച്ഛാദനം. ആനന്ദാശ്രു, നൈർമല്യത, പ്യൂരിറ്റി, പരിശുദ്ധി. ഭഗവത് ഭക്തി ചിത്തത്തിനെ ശുദ്ധീകരിക്കുന്ന പോലെ വേറെ ഒന്നും ശുദ്ധാക്കില്ല. ചിത്താർദ്രീഭാവം ബപുഷിച്ച പുളകം ഹർഷബാഷ്പം ചഹിത്വാ ചിത്തം ശുദ്ധ്യേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേ. ചിത്ത ആർദ്രീഭാവം, പുളകം, ഹർഷബാഷ്പം, ഇതൊക്കെ വരുമ്പോൾ ചിത്തം നിർമ്മലമായിട്ട് തീരുന്നു, ആർദ്രത വരുന്നു, പരിശുദ്ധി വരുന്നു. അപ്പോൾ ആനന്ദാശ്രുഭിരാതനോതി പുളകം നൈർമല്യതഃച്ഛാദനം വാചാ ശംഖമുഖേ സ്ഥിതൈശ്ച ജഠരാപൂർത്തിം. കുട്ടികൾക്ക് ശംഖമുഖ, നമ്മൾ ഈ ഗോകർണം എന്നൊക്കെ പറയും, പാല് വെച്ചിട്ട് വായിലൊഴിച്ചു കൊടുക്കും. അതുപോലെ ഈ ഭക്തി മാതാവ് ഭഗവത് കഥകൾ കൊണ്ട് ഇങ്ങനെ നമുക്ക് ഗോകർണത്തിൽ വെച്ച് തരികയാണെന്നാണ്. ജഠരാപൂർത്തിം ചരിത്രാമൃതൈഹി. നമുക്കിവിടെ ഒരു വിശപ്പുണ്ട്. എന്ത് വിശപ്പാ? ഭഗവത് ഭാവത്തിനുള്ള വിശപ്പ്. ആ ഒരു രസം കിട്ടുമോ എന്നാണ് അല്ലേ? ചില ആളുകളുണ്ട്. ഒരിക്കൽ കോയമ്പത്തൂരിൽ ഒരമ്മ വന്നു. ആ അമ്മ വന്നിട്ട്, ഞാൻ ഭഗവത്ഗീതയാണ് പറയണത്, ഈ അമ്മ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയും, ഇടയ്ക്കിടയ്ക്ക് പറയും. എന്നിട്ട് അവസാനം പറയും, അത് എന്നത് ഒരു ശൈവം മണക്കരുത്. അന്ന് കൂടുതൽ ആ ഭാവം ഉണ്ടായിരുന്നു അന്ന്. അതെന്നത് ഒരു ശൈവം മണക്കരുത് എന്ന് വെച്ചാൽ, ഞാൻ ചോദിച്ചു, ഈ മണത്തിട്ടൊക്കെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഞാൻ പോകുന്ന സ്ഥലത്ത് മണക്കും അത് മണത്തിട്ടില്ലെങ്കിൽ അവിടെ ഇരിക്കില്ല എന്നാണ്. എന്തെങ്കിലും ഒരു മണം വേണം. അത് മണത്തിട്ടില്ലെങ്കിൽ പൂവിൽ നാറ്റം പോன்று ഉയർന്ന് എങ്കും മേവിയ പെരുമൈ എന്ന് മാണിക്യവാചകർ തിരുവാചകത്തിൽ പറയും. പൂവിൽ നിന്നും, ഒരു പുഷ്പത്തിൽ നിന്നും അതിൻ്റെ പരിമളം അങ്ങനെ വരുന്ന പോലെ സത്സംഗത്തിൽ ആ ഭഗവത് ഭാവത്തിൻ്റെ പരിമളം വരണം. അതാണ് ഭാഗവത രസം. അപ്പോൾ ഭക്തിയുടെ ഓഘവർദ്ധനം എന്ന് വെച്ചാൽ വെള്ളം അടിച്ചു കൊണ്ടുപോകുന്ന പോലെ ഭക്തിഭാവം. ഭക്തി എന്ന് വെച്ചാൽ ധ്യാനമാണത്. സത്സംഗത്തിലിരിക്കുമ്പോൾ ധ്യാനം വരുന്നു. ഇവിടുന്ന് പോകുമ്പോഴും ആ ധ്യാനരസം ഉള്ളിലുണ്ടെങ്കിൽ, ഭഗവൻ നാമമാവാം, ഭാവത്തിൽ ഭഗവാന്റെ രൂപമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കഥയാവാം, എന്തെങ്കിലുമൊക്കെ ആ ഭാവമണ്ഡലത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെഡിറ്റേറ്റ്. അതാണ് രാമാനുജാചാര്യർ ഗീതാഭാഷ്യത്തിൽ ഒരിടത്തൊരു വാക്ക് പറയുന്നുണ്ട്, നല്ല അദ്ഭുതമായ ഒരു പദപ്രയോഗം, പ്രേമഗർഭസ്മൃതി എന്നാണ്. ആ സ്മൃതിയുണ്ട്, ആ സ്മൃതിയുടെ ഉള്ളിൽ പ്രേമമുണ്ട്. അതാണ് ആ പ്രേമഗർഭസ്മൃതി. ആ പ്രേമഗർഭസ്മൃതിയോടുകൂടെ ഉള്ള ഒരു ധ്യാനം, ഭക്തി. അതാണ് ഭക്തി യോഗവർദ്ധനം. ഭക്തി ജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ ആത്മജ്ഞാനനിഷ്ഠ, ചിത്സ്വരൂപസ്ഥിതി. അല്ലാതെ ജ്ഞാനം എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയെടുക്കുന്ന ജ്ഞാനമല്ല.
ചിത്സ്വരൂപസ്ഥിതി, ശുദ്ധ ചിന്മാത്രമായ വസ്തു, ഉള്ളിലെ സ്വയം പ്രകാശമായ വസ്തുവിൻ്റെ തിരിച്ചറിവ്, പ്രത്യഭിജ്ഞ, വൈരാഗ്യം. ഈ അധ്യാത്മ വിഷയത്തിന് പ്രതിബന്ധമായിട്ട് നമ്മളിൽ തന്നെ ഉള്ള പല ചീത്ത ഹാബിറ്റ്സും ഉണ്ടാവുമല്ലോ, പല വിധത്തിലുള്ള സ്വഭാവത്തിലുള്ള ദൂഷ്യങ്ങളുണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ എന്ത് സാധനം ചെയ്താലും പോകില്ല, ഞാൻ മൊബൈലേ തൊടില്ല എന്ന് പറയും. എന്നിട്ട് പതുക്കെ കുറേ നേരം കഴിയുമ്പോൾ ഇങ്ങനെ പോകും, ഞാൻ അത് കാണില്ല എന്നൊക്കെ പറയും. പല ആളുകളും പറയുന്നുണ്ട്, സ്വാമി അതിന് ശക്തിയുണ്ട് സ്വാമി. ഒരു പയ്യൻ പറയാണ്, അത് ജഡമൊന്നുമല്ല സ്വാമി പറയണ പോലെ, അതിന് ശക്തിയുണ്ട്. അത് ഞാൻ വേണ്ടാന്ന് വെച്ചാൽ അത് നമ്മളെ വിളിച്ചു കൊണ്ടുപോയി എടുപ്പിക്കണോ എന്നൊക്കെ. അതിന് ശക്തിയൊന്നുമില്ല, അത് ജഡമാണ്. പക്ഷെ നമ്മുടെ മനസ്സ് അഡിക്റ്റഡാണ്, വീക്കാണ്. അപ്പോൾ അതൊക്കെ നോക്കൂ, ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ, ഇവിടെ വരുമ്പോൾ കൊണ്ടുവരാൻ പാടില്ല. അതാണ് അതിന് വഴി. അത് അത്രയും നേരം രക്ഷപ്പെട്ടു പോകും. അപ്പോൾ വൈരാഗ്യം അതൊക്കെയാണ്. ആ വൈരാഗ്യവും അഭ്യാസവൈരാഗ്യമുണ്ട്. അഭ്യാസവൈരാഗ്യം, ഭാവവൈരാഗ്യം. ഭാവവൈരാഗ്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചില ഇൻസിഡൻസ് ഒക്കെ നടന്നു, ഇഷ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചുപോയി, വലിയ ദുഃഖം ഉണ്ടാകുമ്പോൾ ഭാവവൈരാഗ്യം വരും. അത് നല്ല ബലമായിരിക്കും, പക്ഷെ നിൽക്കില്ല. അത് വരുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നും വേണ്ടാന്ന് തോന്നും, ഒന്നിനോടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് ചിലരുടെ കാര്യത്തിൽ ചിലപ്പോൾ വളരെ ഡീപ്പായിട്ട് അതിൻ്റെ വേദന ഉള്ളിൽ പോയാൽ നിൽക്കും, അല്ലെങ്കിൽ നിൽക്കില്ല. അഭ്യാസ വൈരാഗ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തീരുമാനിക്കുകയാണ്, നമുക്കറിയാം നമ്മൾ വീക്കാണ്, നമ്മൾ അഭ്യാസം ചെയ്തിട്ട് വേണം ഇതൊന്ന് പുറത്തു വരാൻ. അതിന് എന്തൊക്കെ വഴിയുണ്ടോ, ഉദ്യമങ്ങളുണ്ടോ, അതൊക്കെ അനുസരിച്ച് മാറി നിന്ന് എന്തൊക്കെ സഹായങ്ങൾ മഹാപുരുഷന്മാരിൽ നിന്നും, പുസ്തകങ്ങളിൽ നിന്നും, അമ്പലങ്ങളിൽ നിന്നും, യോഗപ്രക്രിയകളിൽ നിന്നും ഒക്കെ കിട്ടുമോ, അതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് നമ്മളിലുള്ള ദൗർബല്യങ്ങളെയൊക്കെ നീക്കുകയാണ്. പതുക്കെ പതുക്കെ, ശനൈഹി ശനൈഹി ഉപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വ നകിഞ്ചിതപി ചിന്തയേത്. മനസ്സിനെ ആത്മാവിലിരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷെ അതിന് പ്രതിബന്ധമായിട്ടുള്ളതിനെയൊക്കെ ശനൈഹി ശനൈഹി, ഒറ്റ ദിവസം കൊണ്ടല്ല, പതുക്കെ 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 വിട്ടുവരികയാണ്. അതിന് എന്തൊക്കെ ഉപായങ്ങളുണ്ടോ ഒക്കെ സ്വീകരിക്കും. സത്സംഗം ഇന്ന വിധത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും ഒരു അമ്പലത്തിൽ പോയിരിക്കുക, ഒരു നല്ല സ്ഥാനത്ത് പോയിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങളിൽ മനസ്സ് പ്രവേശിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇത് മൂന്നും വർദ്ധിക്കണം. അപ്പോഴാണ് മായാമോഹ നിരാസം. സത്സംഗത്വേ നിസ്സംഗത്വം എന്ന് വെച്ചാൽ വൈരാഗ്യം, നിസ്സംഗത്വേ നിർമോഹത്വം. അജ്ഞാനം പോകണം. വൈരാഗ്യം ആദ്യത്തെ പടി, പിന്നെ ജ്ഞാനം. വൈരാഗ്യവും ജ്ഞാനവും എവിടെ പൂർണ്ണമാണോ അവിടെ ജീവൻ മുക്തി. വൈരാഗ്യമില്ലാതെ ജ്ഞാനമാണെങ്കിൽ തെളിച്ചമൊക്കെ ഉണ്ടാവും, വിശ്രാന്തി ഉണ്ടാവില്ല. ജ്ഞാനമില്ലാത്ത വൈരാഗ്യമാണെങ്കിൽ ശാസ്ത്രങ്ങൾ പറയണത് മരിച്ചിട്ട് ഏതെങ്കിലും ഊർധ്വലോകത്തിലേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് പാസ്സായി, അതുകൊണ്ട് ഹയർ ക്ലാസ്സിലേക്ക് എവിടെയെങ്കിലേക്കൊക്കെ പോകും. പക്ഷേ ജ്ഞാനവും വൈരാഗ്യവും വന്നാലേ സ്വസ്ഥത ഉണ്ടാവുള്ളൂ, വിശ്രാന്തി ഉണ്ടാവുള്ളൂ. പല ആളുകൾക്കുള്ള സ്പിരിച്വൽ പ്രോബ്ലമാണത്. ഒക്കെ മനസ്സിലാവണുണ്ട് സ്വാമി, എല്ലാം പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, പലരും ക്ലാസ്സൊക്കെ പോയി പഠിച്ചെല്ലാം. പക്ഷേ നമ്മൾ അർത്ഥാക്കിക്കൊള്ളും. അതെന്തോ ഒരു കുറവ് ഇതാണ്. കുറവ് ഈ വൈരാഗ്യത്തിൻ്റെ കുറവാണ്. നമ്മൾക്ക് മനസ്സിന് നല്ലതല്ലാത്തതായ വിഷയങ്ങളിൽ ചെന്ന് പെടുകയും നമ്മൾ വിചാരിച്ചിട്ട് അതിന് പുറത്തു പോരാൻ പറ്റണില്ല, ശ്രമിച്ചൊക്കെ നോക്കണുണ്ട്, പറ്റണില്ല. ഈ ബുദ്ധിമുട്ടാണ് സ്വഭാവജന്യമായ രാഗം. അതാണ് രാഗാദി രോഗാൻ എന്ന് പറയുന്നത്. ഇതിനെ നീക്കാൻ വളരെ പ്രബലമായ സന്നിധി വേണം. ആ സാന്നിധ്യ ബലം കൂടാതെ ഇത് നീങ്ങില്ല. അത്തരത്തിലുള്ള അതാണ് നമുക്ക്. അല്ലെങ്കിൽ ഈ അറിവൊക്കെ ഗൂഗിളിൽ കിട്ടും. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ അധിയജ്ഞൻ എന്നുള്ളതിന് ഞാൻ ചിലപ്പോൾ ചില സ്ഫൂർത്തി വരുമ്പോൾ അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തു അവർ. അപ്പോൾ അത് എഡിറ്റിംഗ് ചെയ്യുന്ന ഒരാൾ അതിനെ ഈ AI ഇട്ടിട്ട് ഇതിൻ്റെ അർത്ഥം ഒന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞതിനേക്കാളൊക്കെ വെടുപ്പായിട്ട് അത് ഗംഭീരമായിട്ട് വളരെ ഞാനിങ്ങനെ ഷോക്കായിപ്പോയി അത് കണ്ടപ്പോൾ. പലയിടത്തുള്ള ഡാറ്റ കളക്ഷൻ, പക്ഷേ അത് ചേർക്കണ ഒരു വിധം ഉണ്ടല്ലോ, ഭംഗിയായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ പഠിക്കാൻ നിശ്ചയമായിട്ടും പഠിപ്പാണ് ഉദ്ദേശമെങ്കിൽ അത് മതി. അവിടെയാണ് നമുക്ക് ഈ പേഴ്സണൽ ടച്ച്. എന്തിനാപ്പോൾ നമുക്ക് ഒരു പോകുന്ന ഓൺലൈൻ മതിയല്ലോ, ഓൺലൈൻ മതി. പക്ഷേ അത് നമുക്ക് കുറേ കഴിയുമ്പോഴേ അറിയുള്ളൂ ഈ മാനസതലത്തിലുള്ള അറിവ് മാത്രം പോരാ. അനുഭൂതിയുടെ മണ്ഡലത്തിൽ ഒരു വിളക്കിൽ നിന്നേ വിളക്ക് കൊളുത്തിയെടുക്കാൻ പറ്റുള്ളൂ. വിളക്കിൻ്റെ ഫോട്ടോയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, വിളക്കിൻ്റെ വീഡിയോയിൽ നിന്നും എടുക്കാൻ പറ്റില്ല. വിളക്ക് തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ നേരിട്ട് അതിൻ്റെ ഇപ്പോൾ ഗുരുവായൂരപ്പൻ ആ സന്നിധിയൊക്കെ ദൂരത്തു നിന്ന് നമ്മളിങ്ങനെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ ആ സന്നിധി. അപ്പോൾ അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. ബാക്കി പ്രാക്ടിക്കൽ ലൗകിക കാര്യങ്ങൾക്കൊക്കെ ഓൺലൈൻ മതി. പക്ഷേ നേരിട്ട് ഒരു അച്ഛനും മകനും ഭാര്യയും ഭർത്താവും ഇതിനൊക്കെ ഓൺലൈനിലേ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആളുകൾ. വാസ്തവമായ നോക്കൂ, സാധാരണ ഹ്യൂമൻ റിലേഷൻഷിപ്പ് അതിൽ തന്നെ ഇതൊക്കെ വിഘാതമാണ്, പ്രതിബന്ധമാണ്. അപ്പോൾ അധ്യാത്മത്തിനും ഇത് വേണം. അങ്ങനെ ആ ദുഃഖനിവൃത്തി, ഇതാണ് അതിൻ്റെ ഫലം. ഇഹ ഘോരേ കലൗ പ്രായഃ ജീവഃ ച ആസുരതാം ഗതഃ. ഇവിടെ പറയണത് ഈ ഘോരമായ കലി, ഈ ഋഷികളൊക്കെ പറയണത് കലി വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ദീർഘയജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. പുലി വന്നിട്ടുണ്ട് എന്നുള്ള പോലെയാണ്, പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയണ പോലെ. അപ്പോൾ ഈ കലി എന്താ ചെയ്യുക? സത്വഹരം പുംസാം, നമ്മുടെ സത്വഗുണത്തിനെ ഹരിച്ചു കളയും. നമുക്കറിയേയില്ല. നമ്മളിങ്ങനെ അതിൽ ഇൻവോൾവായി നമ്മളുടെ എനർജിയൊക്കെ പോയി, നമ്മളുടെ തേജസ്സൊക്കെ പോയി, നമ്മളുടെ വിവേകശക്തി ധ്യാനശക്തി ഒക്കെ പോയി നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് അവസാനം ഗതേ നീരേ സേതുബന്ധ, വെള്ളമൊക്കെ ഒഴുകിപ്പോയി. ഇനി പാലം കെട്ടിയിട്ട് എന്ത് കാര്യം, ഡാം കെട്ടിയിട്ട് എന്ത് കാര്യം? അപ്പോൾ അതുകൊണ്ട് സത്വഹരം പുംസാം, നമ്മളുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ സെൻസിറ്റിവിറ്റിയാണ് സത്വം. ധ്യാനിക്കാനുള്ള ശക്തി, ഭഗവത് ഭാവത്തിനുള്ള ശക്തി, ആത്മവിചാരത്തിനുള്ള ശക്തി, ഒരു ജപത്തിന് ഉള്ളിൽ വെക്കാനുള്ള ശക്തി, കൃഷ്ണഭക്തി അല്ലെങ്കിൽ രാമഭക്തി, ശിവഭക്തി, ഇതൊക്കെ ഭാവനാമണ്ഡലമാണല്ലോ. ആ ഭാവനാമണ്ഡലത്തിലൊക്കെ നിങ്ങൾ ഈ സിനിമ ആക്ടേഴ്സിനെയും ആക്ട്രസസിനെയും കൊണ്ട് നടക്കാൻ പോവുകയാണെങ്കിൽ എന്തു ചെയ്യും? ഭാവനാമാത്ര സന്തുഷ്ട ഹൃദയായൈ നമോ നമഃ. ദേവിക്കൊരു നാമാണ്. ഭാവനയാണ് ഭക്തിയിൽ മുഖ്യം. ഭാവനയിൽ കീറ് വീഴാൻ പാടില്ല, ഭാവനയിൽ അശുദ്ധി വീഴാൻ പാടില്ല. അതിനനുസരിച്ച് വേണം ഉപാസന. അതാണ് ഉപാസന, അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗവതശാസ്ത്രം മുഖ്യമായിട്ട് കലികാലത്തിൽ ഉള്ള നമ്മൾക്ക് വേണ്ടി കാല വ്യാല മുഖഗ്രാസ ത്രാസ നിർനാശ ഹേതവേ, ഈ കാലത്തിൻ്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്ന ആളുകൾക്ക് ഉള്ള ആ ഭയം നീക്കാനായിട്ട് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. ശ്രീ ശുകബ്രഹ്മ മഹർഷി പറഞ്ഞു, ഏതസ്മാത് അപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യത്തെ. ഇതിനേക്കാളും വലിയൊരു ശാസ്ത്രം ചിത്തശുദ്ധിക്ക് വരുന്നില്ല എന്നാണ്. നമ്മൾ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ, ചിത്തം ശുദ്ധമാക്കുക. ജപമോ ധ്യാനമോ കർമ്മയോഗമോ സേവയോ ഭക്തിയോ ഒക്കെ എന്തിനാന്ന് വെച്ചാൽ ഈ ഉള്ളിലുള്ള കളങ്കം അങ്ങോട്ട് നീക്കാനായിട്ടാണ്, വേറെ ഒന്നുമില്ല. ചിത്തം ശുദ്ധമാകുമ്പോൾ മധുരിക്കും ഉള്ളിൽ. ഈ പട്ടണത്ത് സ്വാമികളുടെ കഥയിൽ പറയും, അദ്ദേഹത്തിന് ഒരു ഗുരു ഒരു കരിമ്പ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കരിമ്പ് കേടൊന്നും പോവില്ല, പക്ഷേ ഇത് മധുരിക്കില്ല. ഇതെന്നും മധുരിക്കുന്നു അന്ന് നീ മുക്തനാവും. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കരിമ്പ് കടിച്ചു നോക്കുക, രുചിയില്ല.
അവസാനം ആ കരിമ്പ് മധുരിക്കാൻ തുടങ്ങിയപ്പോൾ ആനന്ദം കൊണ്ട് നർത്തനം ചെയ്ത് ശരീരം ഉപേക്ഷിച്ചു എന്നാണ് കഥ. അപ്പം കരിമ്പ് ഈ ശരീരമാണ്, നമ്മുടെ ആന്തരികമായ അന്ധഃകരണമാണ്. അന്തര ആത്മനാ എന്നൊരു വാക്കുണ്ട് ഗീതയിൽ. അതിന് ഭാഷ്യകാരൻ പറയണത് സമാധി പരിശുദ്ധേന അന്തരംഗേണ. സമാധി പരിശുദ്ധമായ അന്തരംഗം കൊണ്ട് വേണം ഭഗവാനെ അറിയാൻ. സമാധി പരിശുദ്ധം എന്ന് വെച്ചാൽ ഉപാസന കൊണ്ട് ഭഗവത് രൂപധ്യാനം ചെയ്ത് ഭഗവാന്റെ രൂപമോ മന്ത്രമോ ജപമോ ഉപാസന എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചിത്തം ശുദ്ധമാക്കി, ആദ്യപടി അങ്ങനെയാണ്. പിന്നെ ആത്മധ്യാനം തന്നെ ചെയ്ത് ആത്മധ്യാനം കൊണ്ട് ചിത്തം പരിശുദ്ധമാകുമ്പോൾ ഈ ശാസ്ത്രം ഉള്ളിൽ പ്രകാശിക്കും. ഈ ചിത്തശുദ്ധി ആണ് നമുക്ക് മുഖ്യമായിട്ട് വേണ്ടത്. എത്രയോ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഭാഗവതം കിട്ടുന്നത്. പരീക്ഷത്തിന് കഥ പറയാനായി ശുകബ്രഹ്മ മഹർഷി വന്നപ്പോൾ ദേവന്മാർ ദേവലോകത്തിൽ നിന്ന് അമൃതകുംഭം എടുത്തുകൊണ്ടുവന്ന് പറഞ്ഞു അത്രേ, ഞങ്ങൾ അമൃതം തരാം, ഈ ഭാഗവതം തരും. ശുകബ്രഹ്മ മഹർഷി അവർക്ക് കൊടുത്തില്ല എന്നാണ്. എന്താണെന്ന് വെച്ചാൽ അഭക്താൻ സ്ഥാൻശ്ച വിജ്ഞായ. ഭക്തിയില്ല. ഭക്തി ഉണ്ടെങ്കിൽ കണക്ക് പറയില്ല. ചില ആളുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ഭാഗവത സപ്താഹത്തിന് വരുമോ എന്ന് ചോദിക്കും. എത്ര തരണം? നിങ്ങൾ 1 കോടി രൂപ തന്നാലും വരില്ല എന്ന് പറയണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണക്ക് പറയാൻ വന്നിരിക്കുകയാണ്. എത്ര രൂപയാണ്? അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ അവിടെയും ഭക്തി ഉണ്ടാവില്ല, ഭഗവത് പ്രാപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് സത്സംഗാർത്ഥം സമായാതാഹ, അതാണ് സത്സംഗത്തിനെ ഉദ്ദേശിച്ച് ഭക്തന്മാരൊക്കെ വരണം. അവിടെ ഈ ഭഗവത് കഥ നടക്കണം. അങ്ങനെയുള്ള ഭക്തന്മാരുടെ സന്നിധിയിലാണ് ശ്രീ ശുകബ്രഹ്മ മഹർഷി കഥ പറഞ്ഞത്. ആ ഭാഗവതത്തിൻ്റെ മഹിമയെ സനകാദി മുനികൾ നാരദന് പറഞ്ഞു കൊടുത്തു. ഇതിനകത്തൊരു തത്വരഹസ്യമുണ്ട്. ഛാന്തോഗ്യ ഉപനിഷത്തിൽ സനകാദി മുനി സനത്കുമാരൻ്റെ അടുക്കൽ ചെന്ന് നാരദ മഹർഷി പറയുന്നുണ്ട്, ഞാൻ എല്ലാ വേദവും പഠിച്ചു, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു, എല്ലാം പഠിച്ചിട്ടും എനിക്ക് ഇനിയും തൃപ്തി വന്നിട്ടില്ല. എനിക്കതൊക്കെ അർത്ഥമൊക്കെ അറിയാം, അർത്ഥമറിയാതെ ഒന്നും എല്ലാം അറിഞ്ഞിട്ടും എനിക്ക് തൃപ്തി വന്നിട്ടില്ല. അപ്പോൾ സനത്കുമാര മഹർഷി നാരദന് ഭൂമവിദ്യ ഉപദേശിക്കുകയാണ്. പടിപ്പടിയായിട്ട് കൊണ്ടുവന്ന് എത്ര ന അന്യത് പശ്യതി ന അന്യത് ശൃണോതി ന അന്യത് വിജാനാതി, എവിടെ അന്യമായിട്ടൊന്നും അറിയപ്പെടുന്നില്ലയോ, അഖണ്ഡമായ അദ്വയമായ പൂർണ്ണമായ വസ്തുവായിട്ടിരിക്കുന്നു, സ ഭൂമ ഭൂമേവ സുഖം നാൽപ്പേ സുഖമസ്തി. അല്പത്തിൽ സുഖമില്ല, ഭൂമാവിലാണ് സുഖം, അനന്തത്തിലാണ് സുഖം. അല്പത്തിലിരിക്കുന്നിടത്തോളം ദുഃഖം വിട്ടുപോവില്ല. സത്യമറിഞ്ഞ ആൾ തരതി ശോകമാത്മവിത് എന്നാണ്. ആത്മാവിനെ അറിഞ്ഞവൻ ശോകത്തിനെ തരണം ചെയ്യണു എന്ന് പറയണമല്ലോ. അപ്പോൾ ആത്മാവിനെ എങ്ങനെ അറിയണം? അഖണ്ഡമായ വസ്തുവായി, പൂർണ്ണമായ സത്യമായിട്ട്, ശരീരാദികൾ ഇല്ലാത്ത വസ്തുവായിട്ട്, സച്ചിദാനന്ദ വസ്തുവായിട്ട് ആത്മാവിനെ അറിയണം. ഈ രഹസ്യം നാരദ മഹർഷിക്ക് സനത്കുമാര മഹർഷി ഉപദേശിക്കുന്നത് ഛാന്തോഗ്യത്തിലെ 5-ാം അധ്യായം. ആ മർമ്മം വെച്ചുകൊണ്ടാണ് ഭാഗവതം ഇവിടെ ഈ വിഷയം പറയുന്നത്. കാരണം ഈ ഭക്തി, ഈ ഭഗവത് അനുഭവം നമ്മളുടെ വ്യക്തിത്വത്തിനെ ആ അഖണ്ഡത്തിൽ ഇല്ലാതാക്കി തീർക്കണം. നിർലീന അനേക മുക്താവലി സുഭഗതമം എന്നാണ്. നിർലീനം, ഈ മുക്തനാരാണ്, ജീവൻ മുക്തനാരാണ്, അതിനകത്ത് തന്നെ ഇല്ലാതാക്കുകയാണ്. ഒരു ആഴ്വാറുണ്ടായിരുന്നു, വൈഷ്ണവ ആഴ്വാറിൽ നമ്മാഴ്വാർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സമാധിസ്ഥിതനായിട്ട്, രമണ മഹർഷിയൊക്കെ നമ്മാഴ്വാറുടെ അടുത്താണ് ഉപമിച്ച് പറയുക. എന്താണെന്ന് വെച്ചാൽ സമാധിപ്രജ്ഞ പ്രബലമായിരുന്നു. അപ്പോൾ ശരീരപ്രജ്ഞയില്ലാതെ സമാധിസ്ഥിതനായിട്ട് ഒരു പുളി മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മധുരകവി എന്ന് പറയുന്ന ഒരു ഭക്തൻ, അദ്ദേഹം ഗുരുവിനെ അന്വേഷിച്ച് പോവുകയാണ് വടക്ക് ദിക്കിൽ.
അപ്പോൾ ഉള്ളിൽ ഭഗവാൻ ഒരു തോന്നലുണ്ടാക്കി, എൻ്റെ ഗുരു തെക്കിൽ ഉണ്ട്, അങ്ങോട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ തെക്കോട്ട് തിരിഞ്ഞ് രാത്രിയാവുമ്പോൾ ഒരു വാൽ നക്ഷത്രം കാണും അത്രേ. അതിനെ ഇങ്ങനെ അനുഗമിച്ച് 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 ഈ നമ്മാഴ്വാറുള്ള സ്ഥലത്തിൽ വന്നു. ആ പുളിമരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ എന്താ, തേജോമയ വിഗ്രഹം, പരിപൂർണ സമാധിസ്ഥിതൻ, ബാഹ്യപ്രജ്ഞയില്ല, സംസാരിക്കണമൊന്നുമില്ല, ആരിടത്തും സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഉള്ളിൽ നല്ല കോൺഫിഡൻസ്. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞിട്ടാണല്ലോ വന്നിരിക്കണത്. അപ്പോൾ അടുത്ത ദിവസം ചെന്ന് നമസ്കരിച്ച് ചോദിച്ചു. രണ്ട് വിധത്തിലുള്ള പാഠമുണ്ട്. ഞാൻ കേട്ടിരിക്കുന്ന പാഠം, ചിത്തിൻ്റെ വയറ്റിൽ ചെറിയത്, ചിത്തിൻ വയത്തിൽ ശിരിയത് എന്നുവെച്ചാൽ അഖണ്ഡത്തിൽ ഒരല്പം ജനിക്കണു. ഇതിപ്പോൾ അർത്ഥം പറയാൻ പാടില്ല. ചോദ്യം ചോദിച്ചത്, ചിത്തിൻ വയത്തിൽ ശിരിയതൊன்று പിറന്താൽ എത്തൈ തിன்று എങ്കേ കിടക്കും. അവിടുന്ന് ഒന്ന് ജനിച്ചു, ഇനിയിപ്പോൾ അത് എന്ത് തിന്ന് എവിടെ കിടക്കും ചോദിച്ചു. ഇതാണ് ചോദ്യം. ചിത്തിൻ്റെ വയറ്റിൽ എന്ന് വെച്ചാൽ അഖണ്ഡമായ സച്ചിദാനന്ദ വസ്തുവിൽ നിന്നും ഒരല്പമായ ഒരു ജീവഭാവം ഉദിച്ചു. ആ ഉദിച്ച ജീവഭാവം എന്ത് തിന്ന് എങ്ങനെ എവിടെ ഇരിക്കും, ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യമായിട്ട് നമ്മാഴ്വാർ സംസാരിച്ചു, അത്തൈ തിன்று അങ്ങേ കിടക്കും എന്ന് പറഞ്ഞു. അത് പുറത്തുള്ളതൊന്നും തിന്നില്ല, അതിനെ തന്നെ ഭുജിച്ച് അവിടെ തന്നെ കിടക്കുന്നതാണ്. എന്നുവെച്ചാൽ മറ്റൊന്നിനെ അനുഭവിക്കാതെ ആ സച്ചിദാനന്ദ രസത്തിനെ തന്നെ അനുഭവിച്ച് അവിടെ തന്നെ കിടക്കും. അത്തൈ തിன்று അങ്ങേ കിടക്കും. അതുപോലെ ആ പരമാർത്ഥ സത്യത്തിനെ അനുഭവിച്ചുകൊണ്ട്, ആ രസം അനുഭവിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ പരാകാഷ്ഠ, പരാഭക്തി. ഭഗവാനല്ലാതെ വേറെ ഒന്നിലും മനസ്സ് പോകുന്നില്ല, ഭഗവത് വിഷയത്തിലല്ലാതെ വേറെ ഒന്നിലും രുചിയില്ല, ഭഗവത് കഥയിലല്ലാതെ വേറെ ഒന്നിലും ആഗ്രഹമില്ല. അത്തരത്തിലുള്ള തീവ്ര ഭാവബന്ധം. വിവേകാനന്ദ സ്വാമികൾ ഒരു ശിവസ്തുതി എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞു, മമ ഭവതു ഭവേസ്മിൻ ഭാസുരോ ഭാവബന്ധ. നല്ല അദ്ഭുതമായ സംസ്കൃതമാണത്. മമ ഭവതു ഭവേസ്മിൻ, ഈ പരമേശ്വരനിൽ ഭാസുരോ ഭാവബന്ധ, ഭാസുരമായൊരു ഭാവബന്ധം ഉണ്ടാവട്ടെ എനിക്കെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഭാവബന്ധം നമുക്ക് അത് ഒരു വലിയ ലാഭമാണത്. ഒരു മന്ത്രം കിട്ടി എന്നുവെച്ചാൽ ആ മന്ത്രത്തിനെ നിരന്തരം ജപിച്ച് രസിക്കാനുള്ളതുണ്ടല്ലോ, അത് ഭാവബന്ധമാണ്. അതുപോലെ ഭഗവാന്റെ രൂപം ഒന്ന് കണ്ടു, അമ്പലത്തിൽ മൂർത്തി കണ്ടു, ആ മൂർത്തി ഉള്ളു വിട്ട് പോകുന്നില്ല, അങ്ങനെ ധ്യാനിക്കാനൊരു സുഖമുണ്ട് എന്നുവെച്ചാൽ ഭാവബന്ധമാണ്. ധ്യാനം സിദ്ധിച്ചു കഴിയുമ്പോൾ ആദ്യം ബാധിക്കുന്നത് നിദ്രയിലാണ് അറിയുക. പകുതി ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴൊക്കെ ധ്യാനത്തിൻ്റെ സുഖം ഉണ്ടെങ്കിൽ അധ്യാത്മമായ പുരോഗതി ഉണ്ട് എന്നർത്ഥം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഇരുന്ന് അങ്ങോട്ട് ധ്യാനിക്കാനൊരു സുഖമുണ്ടോ, ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട് ഭഗവത് ധ്യാനം, ജപം, സാധന. അപ്പോൾ ഇതാണ് ഭാവബന്ധം. അപ്പോൾ ഈ ഭാവബന്ധം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ സാഫല്യം ഉണ്ടാവണമെന്നർത്ഥം. ഈ സാഫല്യമാണ് മുഖ്യം. ഈ ഭാവം വരണ്ടോന്നാണ്. ഈ പഴയ മാരിയമ്മൻ കോവിലൊക്കെ പാലക്കാടൊക്കെ കാണും, ഒരു ഇരുമ്പ് ഒരു ടാങ്ക് പോലെ വെച്ചിട്ടുണ്ടാവും. അതാണ് ഹുണ്ടിയൽ. ഈ വശത്തൊരോട്ട, ഈ വശത്തൊരോട്ട, രണ്ട് ദ്വാരം ഉണ്ടാവും, നമ്മുടെ ചെവി പോലെ. അതിനകത്ത് കൊണ്ടുപോയി പൈസ ഇടും. പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് വീണുവോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും. എന്താണെന്ന് വെച്ചാൽ ചുവട്ടിലെത്തിക്കഴിഞ്ഞാൽ ടിങ്ങനൊരു ശബ്ദം കേൾക്കും. അപ്പോൾ ആ പൈസ ചോട്ട് പോയി എന്നാണ്. പോയിട്ടില്ലെങ്കിൽ പിള്ളേർ തുണി തിരികിയിട്ടുണ്ട് എന്നർത്ഥം. എന്തിനാന്ന് വെച്ചാൽ കോലിട്ടിട്ട് എടുക്കാനായിട്ട്. അതുകൊണ്ട് കുത്തി വിടണം ഉള്ളിൽ. അല്ലെങ്കിൽ ഈ പിള്ളേർ എന്ത് ചെയ്യുന്ന വെച്ചാൽ തുണി തിരികെ വയ്ക്കും. തുണി തിരികെ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിടുന്ന പൈസ അടിയിൽ പോവില്ല. അവർ കോലിൽ പശ ഒട്ടിച്ചിട്ട് അത് ഉള്ളിലിട്ടിട്ട് എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഉള്ളിൽ ഭഗവത് കഥ കേൾക്കുമ്പോൾ ഹൃദയത്തിലെത്തിയോ എന്നറിയണത് ആ നാദം എന്താണ്, ഈ ഭാവമാണ്. കേൾക്കുമ്പോൾ ആ രസം, ആ ഭഗവത് രസാനുഭവം. യല്ലബ്ധ്വാ യജ്ഞാത്വാ പുമാൻ മത്തോ ഭവതി സ്തബ്ധോ ഭവതി.
തൃപ്തോ ഭവതി ആത്മാരാമോ ഭവതി ന കിഞ്ചിത് വാഞ്ചത്തെ ന ശോചതി നോത്സാഹി ഭവതി ന രമത്തെ. ഇതൊക്കെ നാരദൻ പറയുന്ന വിവിധ ലക്ഷണങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള ഭാവങ്ങളൊക്കെ തന്നെ ഉള്ളിൽ ഒരു റിസോണൻസ് ആണ്. ഈ ഭാവത്തിനെ കടന്നാണ് ജ്ഞാനം. അതാണ് ഭാവബലത്തിനാൽ ഭാവനാതീത സദ്ഭാവത്തെ ഇരുത്തലേ ഉന്തീപര പരഭക്തി തത്വം ഉന്തീപര. രമണ മഹർഷി പരാഭക്തി എന്താണെന്ന് പറയാണ്. ഭാവബലം കൊണ്ട് ഭാവനയ്ക്ക് അതീതമായിട്ടുള്ള സദ്വസ്തുവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയാണ്. എന്തൊരു ഭാവം! അരുണാചലം എന്ന് കേട്ടതും ഒക്കെ വീണുപോയി. നമ്മളെന്തോ ഗോപികകൾ കഥകളൊക്കെ പറയണത്, അരുണാചലം കേട്ടതും എല്ലാം വീണുപോയി. ലോകം മറന്നുപോയി, എല്ലാം മറന്നുപോയി. ശരീരം, വസ്ത്രം ഒക്കെ വീണുപോയി. വസ്ത്രമില്ല, ഒന്നുമില്ല, ശരീരപ്രജ്ഞയില്ല. ഉന്മത്തൻ ആയിട്ട് വന്നു. അപ്പോൾ അതാണ് ഭാവബലം. ഇത്തരത്തിലുള്ള ഭാവബലം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അല്പമെങ്കിലും സിദ്ധിച്ചാൽ ഈ സത്സംഗം സാഫല്യാവും. ഇതാണ് നാരദ മഹർഷി പറയണത്. നിങ്ങൾ ഭാഗവതം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? യതിപൃഷ്ടസ്ത്വയാബാലേ പ്രേമതാശ്രവണം കുരു. നിങ്ങൾ കേൾക്കണമെങ്കിൽ പ്രേമത്തോടെ കേൾക്കുക. സർവം വക്ഷ്യാമി തേ ഭദ്രേ. ഞാൻ പറയാം, കശ്മലം തേ ഗമിഷ്യതി. കശ്മലം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള അനാത്മചിന്തനം തെക്വാ കശ്മലം ദുഃഖകാരണം. അനാത്മ വിഷയങ്ങളിലുള്ള മനസ്സിൻ്റെ വ്യാപാരമാണ് കശ്മലം. ശരീര, ഇന്ദ്രിയ, ലൗകിക വിഷയങ്ങളിൽ മനസ്സ് വിക്ഷിപ്തമാവുന്നതാണ് കശ്മലം. ഇതൊക്കെ അങ്ങോട്ട് പോയി ഉള്ളു പ്രസന്നമാവും. അതുകൊണ്ട് ഈ ഭാഗവത ശാസ്ത്രത്തിനെ രസിച്ച് കേൾക്കണം. ഇങ്ങനെയുള്ള സാധുക്കളുടെ ദർശനം സർവസിദ്ധികരം പരം എന്ന് പറഞ്ഞു. നാരദ മഹർഷിയെപ്പോലെ ഉള്ള ഒരു മഹാപുരുഷൻ്റെ സമ്പർക്കം കൊണ്ട് ലോകം മുഴുവൻ നിരീശ്വരവാദം പ്രചരിപ്പിച്ച ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ പരമഭാഗവതനായിട്ട് തീർന്നു. ജയതി ജഗതി മായാം യസ്യ കായാധവഃ തേ വചനരചനമേകം കേവലം ചാകലയ്യ. ഗർഭപാത്രത്തിലിരുന്ന് സത്സംഗ ശ്രവണം. ധ്രുവപദമപി യാതഃ യത്കൃപാതോ ധ്രുവോയം സകല കുശല പാത്രം ബ്രഹ്മപുത്രം നതാസ്മി. സകല കുശലപാത്രമാണ് നാരദ മഹർഷിക്ക് പേര്. എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഭക്തിയെ, ഭഗവത് ഭക്തിയെ, ഭഗവത് വിഷയത്തിനെ എല്ലാവരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നാണ്. അതിനുള്ള കൗശലം നാരദൻ്റെ അടുക്കലുണ്ട്. നമ്മളൊക്കെ ശ്രമിച്ചു നോക്കണു, കിട്ടണില്ല അല്ലേ? പഴയ കുറുക്കൻ്റെ കഥ പറഞ്ഞ പോലെ മുന്തിരിക്ക് ചാടി 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 നോക്കി കുറേ നേരം ഇത് പുളിക്കുമെന്ന് വന്നിട്ട് പോയി. ഇത്ര കുറുക്കൻ പറഞ്ഞു ഇത് പുളിക്കും എന്ന് പറഞ്ഞ് പിറുപിറുത്തോണ്ടേ പോയി എന്ന് നമ്മൾ കഥ പറയില്ലേ, കിട്ടാത്ത മുന്തിരി പുളിക്കും. അതുപോലെ അധ്യാത്മം കുറേയൊക്കെ ശ്രമിച്ചു നോക്കി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ വെറുതെ മനുഷ്യ മനസ്സിൻ്റെ വിഭ്രാന്തികളാണ്, മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നൊക്കെ പലതൊക്കെ പറയാം. എന്താണെന്ന് വെച്ചാൽ കിട്ടാത്ത മുന്തിരി ആണ്, കിട്ടാത്ത മുന്തിരി. ഇതൊക്കെ ഇങ്ങനെ, ഇത് പരീക്ഷിത്തും അതാണല്ലോ പറഞ്ഞത് അല്ലേ? ആ ഋഷിയുടെ ധ്യാനം കണ്ടപ്പോൾ മൃഷാസമാധി, ഇങ്ങനെയൊന്നും ധ്യാനിക്കാൻ പറ്റില്ല എന്നാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടണില്ല. അതൊരു നല്ല വികാരമാണ്. ശരിക്കും ആ വികാരം വരുന്ന ആളുകൾ പെട്ടെന്ന് ഭഗവത് ഭാവത്തിലേക്ക് വരും. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഇതെന്തോ ആണെന്ന് അറിയണത് കൊണ്ടാണ് നിഷേധിക്കുന്നത്. ഈ നാസ്തികം പോലും പലപ്പോഴും നമ്മൾ സിൻസിയറല്ല. സിൻസിയറായിട്ട് നാസ്തികന്മാരായാൽ ഭഗവത് ഭക്തി ഉണ്ടാവും, ജ്ഞാനം ഉണ്ടാവും, അനുഭൂതി ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനെയും എരിച്ചു കളയണം, സകല ജഗത്തിനെ എരിച്ചു കളയണം, എല്ലാം അന്വേഷിച്ച് ഇതല്ല വാസ്തവമല്ല, വാസ്തവമല്ല തള്ളണം. ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ തള്ളിക്കളയുമ്പോൾ നാ 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 നാ, അതാണ് നാസ്തികൻ. നാസ്തി 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 തള്ളിക്കഴിയുമ്പോൾ എന്ത് വാസ്തവത്തിൽ അസ്ഥി എന്നുണ്ടോ അത് സ്വയം പ്രകാശിക്കും. അതിന് ധൈര്യം ഉണ്ടാവണം.
ഇതല്ലാതെ ഇവരുടെയൊക്കെ നാസ്തികത എന്ന് പറയുന്നത് അതൊരു വിശ്വാസമാണ്. അതാണ് ഞങ്ങൾ നാസ്തികത്തിൽ വിശ്വസിക്കുന്നു, അത്രയേ ഉള്ളൂ. തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലേ, കടവുളൈ നമ്പുവൻ മുട്ടാൾ, ഈശ്വരനെ വിശ്വസിക്കുന്നവൻ മുട്ടാൾ എന്ന് പറഞ്ഞാൽ ആ വിദ്വാന് മാലയൊക്കെ ഇട്ടിട്ട് ചന്ദനത്തിരിയൊക്കെ കൊളുത്തി ഇനി നേദ്യം പൂജ ഒക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നാസ്തികതയും ഒരു വെറും വിശ്വാസമാണ്, യുക്തിഭദ്രതയൊന്നുമില്ല, അതിന് ധൈര്യമൊന്നുമില്ല. നാസ്തികനാവാനുള്ള നാസ്തികനാവണമെങ്കിൽ ഒരുപാട് ധൈര്യം വേണം, അത്രയും ധൈര്യം വേണം. ഉണ്ടോ ഇല്ലയോ എന്ന് വാളും പിടിച്ച് നോക്കണം ഉള്ളിൽ പോയിട്ട്. അതിന് ധൈര്യം ഉണ്ടെങ്കിൽ എണീറ്റ് വരൂ, ഞങ്ങളും കൂടെ വരാം. ചുമ്മാ പൂച്ച പാല് കുടിക്കണ പോലെ കണ്ണടച്ചിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പാല് കുടിക്കണ പോലെ പറയാൻ പാടില്ല. എന്തിന്? നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടോ? ഈ കേരളത്തിൽ ചെറിയ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് ഇവിടെ മാത്രം കാണുന്ന ചില പ്രാണികളുണ്ടല്ലോ, ഇല്ലേ? നിങ്ങൾ ഈ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ? ആരുടെ അടുത്താണ് ചോദിക്കണത്? ഏതെങ്കിലും ആളുടെ അടുത്തൊക്കെ. അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പ്രമാണമായി. ഈശ്വരൻ എന്താ തേങ്ങയോ മാങ്ങയോ ഭൂതമോ വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ നിഷേധിക്കാനോ എന്തുദ്ദേശിച്ചാണ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണത്? സ്വർഗത്തിലോ എവിടെ? ഈ ചെറിയ കുട്ടികളുടെ കൽപ്പനയാണേ, അത്രയേ ഉള്ളൂ, വെറും കൽപ്പന. ആ കൽപ്പനയെ കുറേ പേര് പിടിച്ചുകൊണ്ട് നിൽക്കണു, ആ കൽപ്പനയെ കുറേ പേര് നിഷേധിക്കണം, ഇത്രയേ ഉള്ളൂ. ഇതിന് രണ്ടിനും അപ്പുറമാണ് ഈ സത്യം. അത് സ്വയം സാക്ഷാത്തായിട്ട് അറിയേണ്ടതാണ്. അതിനെ നിഷേധിക്കാനും നിഷേധശേഷോ ജയതാദശേഷ എന്നാണ് ഭാഗവതം വേണം. നിഷേധിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിഷേധിക്കാന്നാണ്. നിഷേധിച്ച് 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 അവസാനം നിങ്ങൾ കാണും അശേഷമായ വസ്തു, പൂർണ്ണമായ വസ്തു. നിഷേധിക്കാൻ യു ഹാവ് ടു ഹാവ് ദാറ്റ് മച്ച് കറേജ് ടു ഡു ദാറ്റ്. നിഷേധിക്കാൻ ഒരു ധൈര്യം വേണം. വാസ്തവത്തിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് എരിക്കുക, ശ്മശാനം പോലെയാണത്. നിഷേധിച്ച് നിഷേധിച്ച് പോയാൽ പരമാർത്ഥം കാണും. അപ്പോൾ അതിനും ധൈര്യം വേണം. അത് ഒന്ന് ഭക്തിയുടെ മാർഗമാണ്, മറ്റേത് ജ്ഞാനത്തിൻ്റെ മാർഗമാണ്. ഭക്തിയുടെ മാർഗം എന്താ? വളരെ സുലഭമായി സത്യത്തിന് ശ്രദ്ധാ ഭക്തി ധ്യാന യോഗാൻ മുമുക്ഷോഹ മുക്തേഹ ഹേതൂനു ഭക്തി. ശ്രദ്ധാ ഭക്തി ധ്യാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. നാളെ രാവിലെ 6 മണിക്ക് നമ്മളിവിടെ ഭാഗവത പാരായണം ആരംഭിക്കും. വിഷ്ണു സഹസ്രനാമം, ഭാഗവതം പതിവായിട്ട് പുഷ്പാർപ്പണം, പിന്നെ ഭഗവാന് സഹസ്രനാമ ജപം കഴിഞ്ഞ് ഒരു ആരത്തിയൊക്കെ ചെയ്തിട്ട് പാരായണം ആരംഭിക്കും. ഒരു 7:30 മണിക്കുള്ളിൽ ഒരു പ്രഭാഷണം ഉണ്ടാവും. അത് കഴിഞ്ഞ് 8:30 മണിക്ക് നിർത്തി കഴിഞ്ഞാൽ പിന്നെ 9 മണിയാകുമ്പോൾ വീണ്ടും പാരായണം ആരംഭിക്കും. 10 മണിക്ക് എൻ്റെ ശരീര സ്വാസ്ഥ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് 10 മണിക്ക് നിശ്ചയമായിട്ടും ആ പ്രഭാഷണത്തിന് നമ്മളുണ്ടാവും. 10 മുതൽ 12 മണിക്കുള്ളിൽ ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 പ്രഭാഷണം. അത് ഞങ്ങളുടെ ഉള്ളിൽ ഇടയിൽ ഞങ്ങളുടെ തീരുമാനിച്ചോളാമെന്നാണ്. വൈകുന്നേരം 4:30 മണിക്ക് വൈകുന്നേരത്തെ പ്രഭാഷണം. ഇന്ന് ഈ സമയം ഇതുപോലെ സന്ധ്യാസമയത്തുള്ള പ്രഭാഷണം. ഇതാണ് നമുക്കുള്ള നിഷ്ഠ. ബാക്കി സമയമൊക്കെ പാരായണം, അതിമധുരമായി പാരായണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ ലാഭം. നമുക്ക് ഭാഗവതം കൂടെ വെച്ചുകൊണ്ട് ശ്രവിക്കാനും, അങ്ങനെ ആ സമാധി ഭാഷ എന്നാണ് ഭാഗവതത്തിന് പേര്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തിരി സംസ്കൃതമൊക്കെ അറിയുമെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് പ്രകാശിക്കും ഉള്ളിൽ. ഞങ്ങൾക്കൊക്കെ തന്നെ പലതും ഓരോ ദിവസം ഓരോ ശ്ലോകമായിരിക്കും ദർശനം തരണത്. അങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ദിവസം ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയാണത് ഉള്ളിൽ പ്രകാശിക്കുക. അതെന്തായാലും നാളെ മുതൽ നമുക്കൊരു 7 ദിവസത്തേക്ക് അപൂർവമായ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. എല്ലാ സൗകര്യത്തോടു കൂടിയും ഇരുന്ന് ഭാഗവത ശ്രവണം ചെയ്യാനുള്ള ഒരു സന്ദർഭം, ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. നമ്മൾ നാളെ ചെയ്യാം. നാളെ
വീണ്ടും കാണാം. ഈ 7 ദിവസം മംഗളമായിട്ട് നടക്കാൻ ഗോശ്രീപുരേശ്വരൻ്റെ ചരണത്തിൽ മാനസികമായി പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീകാന്തസ്മരണം ഹര നമഃ പാർവതീപതയേ. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ഠപ്രാങ്കണരിംഗണലോലമനായാസം പരമായാസം മായാകൽപിതനാനാകാരമനാകാരം ഭുവനാകാരം ക്ഷ്മാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. മൃത്സ്നാമത്സിഹേതി യശോദാതാടനശൈശവസന്ത്രാസം വ്യാദിതവക്ത്രലോകിതലോകാലോകചതുർദശലോകാണിം ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ത്രൈവിഷ്ടപരിപുവീരഘ്നം ക്ഷിതിഭാരഘ്നം ഭവരോഗഘ്നം കൈവല്യം നവനീതാഹാരമനാഹാരം ഭുവനാഹാരം വൈമല്യസ്ഫുടചേതോ വൃത്തിവിശേഷാഭാസമനാഭാസം ശൈവം കേവലശാന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാമാത്മനാഥം രമണം ഭജാമി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീകാന്തസ്മരണം ഹര നമഃ പാർവതീപതയേ.